ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ പ്രകൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഇന്ന് സംസ്കൃത സംവത്സരം, ശകവർഷം എന്നൊക്കെ പറയുന്ന വിക്രം സംവത്സരം, വിക്രമ സംവത്സരം. വിക്രമാദിത്യന്റെ കാലത്താണ് ഈ കലണ്ടർ ആരംഭിച്ചത്. അതുകൊണ്ട് അതിന് വിക്രം സംവത്സരം എന്ന് പറയുന്നു. ഇന്ന് ചൈത്രമാസം 1-ാം തീയതി. ചൈത്ര നവരാത്രി അഥവാ വസന്ത നവരാത്രി എല്ലാം ആരംഭിക്കുകയാണ്. എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരു നവവർഷം. അതുപോലെ രാമനവമി വരാനിരിക്കുന്നു. അതിൻ്റെ ചടങ്ങുകളൊക്കെ പ്രഥമ മുതൽ ആരംഭിക്കുന്നു. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. നല്ലതെല്ലാം സംഭവിക്കട്ടെ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ദശമസ്കന്ധത്തിലെ 47-ാം അധ്യായം ഉദ്ധവദൂത്, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ഏകദേശം 35-ാം ശ്ലോകം വരെ വ്യാഖ്യാനിച്ചു. തുടർന്ന് കാണണം. നമുക്ക് 29-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 29-ാം ശ്ലോകം ഭഗവാനുവാച, ശ്രീ ഭഗവാനുവാച തുടങ്ങി വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 47-തമോऽധ്യായഃ. ശ്രീ ഭഗവാനുവാച. ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യഥാ ഭൂതാനി ഭൂതേഷു ഖം വായു അഗ്നിർജലം മഹി തദാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയഗുണാശ്രയഃ ആത്മന്യേവാത്മനാത്മാനം സൃജേഹന്യനുപാലയേ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മനാ ആത്മാ ജ്ഞാനമയഃ ശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയഃ സുഷുപ്തിഃ സ്വപ്നജാഗ്രദ്ഭിഃ മായാവൃത്തിഭിരീയത്തെ യേനേന്ദ്രിയാർത്ഥാൻ ധ്യായേത മൃഷാ സ്വപ്നവദുത്ഥിതഃ തന്നിരുന്ധ്യാദിന്ദ്രിയാണി വിനിദ്രഃ പ്രത്യപദ്യത ഏതദന്തഃ സമാമ്നായോ യോഗഃ സാങ്ക്യം മനീഷിണാം ത്യാഗസ്തപോദമഃ സത്യം സമുദ്രാന്തായിവാപഗാഃ യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുഭ്യാലകാമ്യയാ യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണാം ച ന തഥാ ചേതഃ സന്നികൃഷ്ടേ അക്ഷിഗോചരേ മയ്യാവേശ്യ മനഃകൃത്സ്നം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത് മാമുപൈഷ്യത യാ മയാ ക്രീഡതാ രാത്ര്യാം വനേസ്മിൻ വ്രജ ആസ്ഥിതാഃ അലബ്ധരാസാ കല്യാണ്യോ മാപുർമദ്വീര്യ ചിന്തയാ. ശ്രീശുക ഉവാച. ഏവം പ്രിയതമാദിഷ്ടമാഗന്യവ്രജയോഷിതഃ താഊചുരുദ്ധവം പ്രീതാ തൽസന്ദേശാഗതസ്മൃതീഃ ഗോപ്യ ഊജുഃ ദിഷ്ട്യാഹിതോ ഹതഃ യദൂനാം സാനുഗോഘകൃത് ദിഷ്ട്യാപ്തൈർലബ്ധസർവാർത്ഥൈഃ കുശല്യാസ്ത്യച്യുതോऽധുനാ കച്ചിദ്ഗദാഗ്രജ സൗമ്യാ കരോതി പുരയോഷിതാം
പ്രീതിം നഹ സ്നിഗ്ധ സവ്രീഡ സോദാരേക്ഷണാർച്ചിത കഥം ഗതിവിശേഷജ്ഞ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേത തദ്വാക്യൈഃ വിഭ്രമൈശ്ചാനുഭാജിതഃ അവിസ്മരതി ന സാധോ ഗോവിന്ദഃ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീമധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാഃ സ്വൈരകദാന്തരേ താ കിം നിശാസ്മരതിയാസു തദാ പ്രിയാഭിഃ വൃന്ദാവനേ കുമുദകുന്ദ ശശാങ്കരമ്യേ രേമേ ക്വണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞ കദാചിത് അപ്യേഷ്യതീഹദാശാർഹഃ തപ്താ സ്വകൃതയാ ശുചാ സഞ്ജീവയന്നു നോ ഗാത്രൈഃ യഥേന്ദ്രോ വനമംബുധൈഃ കസ്മാത് കൃഷ്ണൈഹായാദി പ്രാപ്തരാജ്യോ ഹതാഹിതഃ നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീതഃ സർവസുഹൃദ്വൃതഃ കിമസ്മാഭിർവനൗ ഗോഭിഃ അന്യാഭിർവാ മഹാത്മനഃ ശ്രീപതേരാപ്തകാമസ്യ ക്രിയേദാർത്ഥഃ കൃതാത്മനഃ പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാ പിംഗളാ തജ്ജാനതീനാം നഃ കൃഷ്ണേ തഥാപ്യാശാ ദുരത്യയാ കൗത്സഹേത സന്ധ്യക്തും ഉത്തമ ശ്ലോക സംവിധം അനിച്ഛതോപി യസ്യ ശ്രീഃ അംഗാന്നച്ചവതേ ക്വചിത് സരിച്ഛൈലവനോദ്ദേശ ഗാവോ വേണുരവായിമേ സംഘർഷണ സഹായേന കൃഷ്ണേനാചരിതാ പ്രഭോ പുനഃ പുനഃ സ്മാരയന്തി നന്ദഗോപസുതം വദ ശ്രീനികേതൈസ്തൽപദകൈഃ വിസ്മർത്തും നൈവ ശക്നുമഃ ഗത്യാ ലളിതയോദാരഹാസലീലാവലോകനൈഃ മാധ്വ്യാ ഗിരാ ഹൃതധിയഃ കഥം തം വിസ്മരാമഹേ ഹേ നാദ ഹേ രമാനാദ വ്രജനാദാർത്തിനാശനാ മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാദ് ഹേ നാദ ഹേ രമാനാഥ വ്രജനാദാർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാദ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, നവവത്സര ആശംസകൾ, ചൈത്ര നവരാത്രി അല്ലെങ്കിൽ വസന്ത നവരാത്രി ആശംസകൾ, രാമനവമി ആശംസകൾ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നമ്മൾ ഉദ്ധവദൂത് ഗോപികമാരെ ഭഗവാന്റെ വാക്കുകൾ തന്നെ നേരിട്ട് പറഞ്ഞുകൊണ്ട് ഉദ്ധവൻ ഗോപികമാരെ ഭഗവത് തത്വം ബോധിപ്പിക്കുകയാണ്. ഭഗവാൻ തന്നെ പറയുന്നു താൻ ആരാണ്, താനും ഗോപികമാരും തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണ്. അപ്പോൾ ഭഗവാൻ ഗോപികമാരെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടോ, വിയോഗമുണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഒരിക്കലും മാറി നിൽക്കാൻ സാധ്യമല്ല. അതുപോലെ എന്നിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എന്നിൽ തന്നെയാണ്, ഞാൻ നിങ്ങളിൽ തന്നെയാണ്. നമ്മൾ തമ്മിൽ ഒട്ടും അകലം ഇല്ല. എൻ്റെ യഥാർത്ഥ സ്വരൂപം ആത്മാവാണ്. അത് ജ്ഞാനമയവും ശുദ്ധവും എല്ലാറ്റിൽ നിന്നും വ്യതിരിക്തവും ഗുണങ്ങളില്ലാത്തതും 3 മായാവൃത്തികളിലൂടെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലൂടെ അറിയപ്പെടുന്നതും കാണപ്പെടുന്നതും എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്നതുമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആത്മാവിനെ അറിയാതെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെയാണ് നിരോധിക്കേണ്ടത്. തന്നിരുന്ധ്യാത്
ഇന്ദ്രിയാണി വിനിദ്രഹ പ്രത്യപദ്യത. ഇന്ദ്രിയങ്ങൾ ഏത് മനസ്സിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ബഹിർമുഖമായി ബാഹ്യലോകങ്ങളെ സത്യമെന്ന് കരുതി അതിന്റെ പുറകെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ മനസ്സിനെ തിരിച്ച് അന്തർമുഖമാക്കണം. തന്നിരുന്ധ്യാദിന്ദ്രിയാണി വിനിദ്രഹ പ്രത്യപദ്യത. അപ്പൊ ഈ മനോനിരോധമാണ് സകല തപസ്സുകളുടെയും സാധനകളുടെയും ദാനധർമാദികളുടെയും എല്ലാം ആത്യന്തികമായിട്ടുള്ള പ്രയോജനം. അതാണ് ഏതദന്ത സമാമനായോ യോഗസാഖ്യം മനീഷിണാം ത്യാഗസ്തപോ ദമസത്യം സമുദ്രാന്ത ഇവാപകാഹ. എല്ലാ ആപകങ്ങളും, ആപക എന്ന് പറഞ്ഞാൽ നദികൾ, എല്ലാ നദികളും സമുദ്രത്തിൽ വിലയം പ്രാപിക്കുന്നു. പിന്നീട് അവയ്ക്ക് അസ്തിത്വമില്ല, അല്ലെങ്കിൽ അവയ്ക്ക് വ്യക്തിത്വം ഇല്ലാതെയാകുന്നു, സ്വധർമ്മമില്ലാതെയാകുന്നു. അതുപോലെയാണ് എല്ലാ സാധനാമാർഗങ്ങളും. വേദപഠനമാകട്ടെ, അഷ്ടാംഗ യോഗാഭ്യാസമാകട്ടെ, സാഖ്യം അഥവാ ജ്ഞാനം സമ്പാദിക്കലാവട്ടെ, അതുപോലെ ത്യാഗമാകട്ടെ, തപസ്സാകട്ടെ, ദമം, സത്യം മുതലായിട്ടുള്ള എല്ലാ സാധനകളും ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മനസ്സ് നിയന്ത്രിതമായാൽ മാത്രമേ പരമസത്യത്തെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഇനി ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരെ വർത്തിക്കുന്നത്, ശാരീരികമായിട്ട് ദൂരെ വർത്തിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട്? മനസ്സഹ സന്നികർഷാർത്ഥം. നിങ്ങളുടെ മനസ്സ് എൻ്റെ അടുത്തിരിക്കണം. അതിനുവേണ്ടി ശരീരത്തെ ഞാൻ മറച്ചിരിക്കുന്നു, ദൂരെ ഇരിക്കുന്നു. ദൂരെ ഇരിക്കുമ്പോഴേ നിങ്ങൾ മനസ്സുകൊണ്ട് ഞാൻ ഏറ്റവും നിങ്ങൾക്ക് പ്രിയതമനായതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ മറക്കാനാവില്ല. സാധാരണ നമ്മൾ ലൗകിക ന്യായേന പറയുന്നത് എന്താണ്? ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ്, അല്ലേ? അങ്ങനെ ഒരു ന്യായമുണ്ട്. ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ്. നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇല്ലെങ്കിൽ, പ്രത്യക്ഷമായിട്ടില്ലെങ്കിൽ, കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. എത്ര പ്രിയപ്പെട്ടവരായിക്കോട്ടെ, നമുക്ക് നിരന്തരം ബന്ധം ഇല്ലാതെ വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ തന്നെ ഇപ്പോൾ ഒരു 6 മാസം ക്ലാസ്സുകളെ എടുത്തില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്നെ ജീവിതത്തിൽ നിന്നേ മറന്നു പോകും. കാരണം എന്നും കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും വേറെ ആളുകളെ ആചാര്യന്മാരായി സ്വീകരിച്ചിട്ടുണ്ടാവും. അവരുടെ ക്ലാസ്സുകൾ കൊള്ളാമെന്ന് തോന്നി അതിൻ്റെ പുറകെ ആയിരിക്കും. അപ്പം ഇതിനൊന്നും സമയമില്ലാതാവും 6 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ, അല്ലേ? അതൊക്കെ ഇപ്പൊ പറയാം, ഇല്ല 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 എന്നൊക്കെ. നിങ്ങൾ ഗോപികമാരെ പോലെ ആണെങ്കിൽ മറക്കില്ല, അല്ലേ? ഗോപികമാർക്ക് മറക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവർക്ക് ആ ഭഗവാൻ അത്രയും അവരുടെ ഹൃദയത്തിൽ ഉറച്ചുപോയി എന്നർത്ഥം. ആ ഒരു വ്യത്യാസമാണ്. ഇപ്പോ അമ്മമാർക്ക് മക്കളെ മറക്കാൻ പറ്റുമോ? എത്ര ദൂരെ പോയിരുന്നാലും, എത്ര ദിവസം കാണാതിരുന്നാലും ഔട്ട് ഓഫ് സൈറ്റ്, അവർക്ക് ഔട്ട് ഓഫ് മൈൻഡ് അല്ല. നല്ല പതിവ്രതകളായിട്ടുള്ള ഭാര്യമാർക്ക് ഭർത്താവിനെ എത്ര ദൂരെയാണെങ്കിലും മറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ ഒരു ഐക്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അതെ, ഗുരുശിഷ്യ ബന്ധം ആണെങ്കിൽ, ശരിയായ ഗുരുശിഷ്യ ബന്ധമാണെങ്കിൽ ഒരിക്കലും ഗുരുക്കന്മാരെ മറക്കാൻ ശിഷ്യന്മാർക്ക് സാധിക്കില്ല. ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ ഗുരുക്കന്മാരെ മറക്കാൻ സാധിക്കില്ല. ഗുരുക്കന്മാരെ മറന്നാൽ പിന്നെ നമ്മളില്ല. അതുകൊണ്ട് നമ്മളെ എപ്പോൾ പഠിപ്പിച്ച ഗുരുക്കന്മാരെയും നമ്മൾ ഓർക്കാറുണ്ട്. അവരെ കാണുമ്പോൾ അവരുടെ അനുഗ്രഹം ആണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള ബോധത്തോടെ, വിനയത്തോടെ അവരെ നമസ്കരിക്കാറുണ്ട്.
അത് സംഭൂജ്യ ദയാനന്ദ സ്വാമികൾ മാത്രമല്ല, മറ്റു പല മഹാത്മാക്കളിൽ നിന്നും നമുക്ക് പല കാലങ്ങളിൽ അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് ഗുരുതുല്യർ തന്നെയാണ്. അപ്പോൾ അവരെയൊന്നും നമ്മൾ മറക്കാറില്ല. അപ്പോൾ അതുപോലെ ഇരിക്കണം ആ ഗുരുശിഷ്യ ബന്ധം. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ലത്. അപ്പം അതുപോലെയാണ് അച്ഛനും അമ്മയും എങ്ങനെയാണോ മക്കൾക്ക്, അതുപോലെ മക്കൾ എങ്ങനെയാണോ അച്ഛനമ്മമാർക്ക്, അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹബന്ധം, അതൊക്കെ ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞാലും വിട്ടുപോവില്ല. അപ്പം അതുപോലെ ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ് എന്നുള്ളത് നിസ്സാര കാര്യങ്ങളിലേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാതിരുന്നാൽ മറന്നു പോകും. അധികം പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ചെറുതായിട്ട് മാത്രം പരിചയമുള്ള, നമ്മളുടെ ജീവിതത്തിന്റെ വലിയ ഭാഗം ആവാത്ത, നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാത്ത, കുറച്ചു കാലം ഒന്നിച്ച് എന്താ പറയുക, പഠിച്ചു എന്നോ ജോലി ചെയ്തു എന്നോ അടുത്ത് താമസിച്ചു എന്നോ അങ്ങനെയൊക്കെ ഉള്ളവരെയൊന്നും നമുക്ക് ചിലപ്പോൾ മറന്നു പോകാം. കാരണം അവർ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ് എന്നുള്ളത് ഇവിടെ ന്യായം പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ഇവിടെ യഥാർത്ഥ സ്നേഹമുള്ളവരെ സംബന്ധിച്ച് ഔട്ട് ഓഫ് സൈറ്റ് പോകും തോറും മൈൻഡിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഇതാണ് ശരിയായിട്ടുള്ളൊരു ദർശനം എന്ന് പറയുക. ഇപ്പൊ പറഞ്ഞു വന്നത്, ഞാൻ നിങ്ങളുടെ ദൂരെ വർത്തിക്കുന്നു എന്നത് എന്തിനു വേണ്ടി? മനസ്സഹ സന്നികർഷാർത്ഥം, മനസ്സ് എന്നോട് ചേർന്നിരിക്കാൻ വേണ്ടി. നിങ്ങളുടെ മനസ്സൊക്കെ ഇപ്പോൾ എന്നിലാണ് ഇരിക്കുന്നത്. മതനുദ്യാന കാമ്യയാ, നിങ്ങൾ എന്നെ അനുദ്യാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. മനുഷ്യ മനസ്സിന്റെ സ്വഭാവമാണ് അടുത്തിരിക്കുന്ന വസ്തുക്കളെ അത് മൈൻഡ് ചെയ്യില്ല, അല്ലേ? അടുത്തിരിക്കുന്നതിനെ മൈൻഡ് ചെയ്യില്ല, ദൂരെയുള്ളതിനെ ആയിരിക്കും അത് മൈൻഡ് ചെയ്യുക. അതാണ് പറയുന്നത്, യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവശ്യവർത്തതേ സ്ത്രീണാം ച ന തഥാ ചേതഃ സന്നികൃഷ്ടേ അക്ഷിഗോചരേ. എപ്പോഴാണോ ദൂരചരേ പ്രേഷ്ഠേ, പ്രിയതമൻ ദൂരെയാണെങ്കിൽ, സ്ത്രീണാം മനഃ ആവശ്യവർത്തത, സ്ത്രീകളുടെ മനസ്സ് പ്രിയതമൻ ദൂരെയാണെങ്കിൽ ആ പ്രിയതമനിൽ പ്രവേശിച്ചു വർത്തിക്കുന്നു. അതുപോലെയല്ല അക്ഷിഗോചരേ സന്നികൃഷ്ടേ, തന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ എത്ര അടുപ്പമുള്ളവരാണെങ്കിലും സന്നികൃഷ്ടനാണെങ്കിൽ, കൂടെ ഉണ്ടെങ്കിൽ മനസ്സ് അതിൽ പ്രവർത്തിക്കില്ല. മനസ്സ് അതിനെ ടേക്കൺ ഫോർ ഗ്രാന്റഡ്, അല്ലേ? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇത് ഒരു സ്വഭാവമാണ്, ലോക സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ ദൂരെ ഇരിക്കുന്നത്. അതിൽ നിങ്ങൾ പരിഭവിക്കേണ്ട ആവശ്യമില്ല. എനിക്കിത്തിരി സ്വാർത്ഥതയുണ്ട്. എന്ത് സ്വാർത്ഥത? നിങ്ങൾ എൻ്റെ ശരീരത്തിനോടല്ല ഒട്ടൽ വേണ്ടത്, എൻ്റെ തത്വത്തോടാണ്. ഞാൻ ആരെന്നുള്ള അറിവോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് എന്നോട് ഒട്ടൽ വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ടായിരിക്കണം എന്നിൽ ഒട്ടേണ്ടത്, ശരീരം കൊണ്ടല്ല. ശരീരങ്ങളൊക്കെ ഉപേക്ഷിക്കാനുള്ളതാണ്, നശിച്ചു പോകാനുള്ളതാണ്. പക്ഷേ ഞാനെന്ന തത്വം അതൊരിക്കലും നശിക്കുന്നതല്ല. അതിലേക്കാണ് നിങ്ങൾ കണക്റ്റഡ് ആവേണ്ടത്. അതുകൊണ്ട് ഞാൻ പരോക്ഷനായിരിക്കുന്നു, പ്രത്യക്ഷനായിരിക്കുന്നില്ല. പ്രത്യക്ഷനായാൽ അവമതിപ്പ് ഉണ്ടാവും, പരോക്ഷനായിരിക്കുമ്പോൾ മതിപ്പ് ഉണ്ടാകും. ഇത്രയും വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്, ഞാൻ കണ്ടത്. തുടർന്ന് മയ്യാവേശ്യമനകൃഷ്ണം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത്മാമുപൈഷ്യഥ. മയ്യാവേശ്യമനകൃഷ്ണം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത്മാമുപൈഷ്യഥ.
മയ്യാവേശ്യ മനഃകൃഷ്ണം വിമുക്താശേഷ വൃത്തി യത് യത് എപ്പോഴാണോ യാതൊന്ന് ഹേതുവായിട്ടാണോ യാതൊന്ന് ഹേതുവായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരെ ഇരിക്കുന്നത് കൊണ്ട് മുമ്പ് പറഞ്ഞ ശ്ലോകവുമായിട്ടാണ് യത് എന്നുള്ളത് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് കാരണമായിട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരെ ഇരിക്കുന്നത് കൊണ്ട് വിമുക്ത അശേഷവൃത്തി കൃഷ്ണം മനഃ മയ്യാവേശ്യ നിങ്ങളുടെ മനഃ അതെങ്ങനെയുള്ള മനഃ കൃഷ്ണം മനഃ കൃഷ്ണം എന്ന് പറഞ്ഞാൽ മുഴുവൻ മനസ്സും അതെങ്ങനെയായിട്ട് വിമുക്ത അശേഷവൃത്തി അതിലെ അശേഷവൃത്തികളും വിമുക്തമായിട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലെ മറ്റൊരു ചിന്തയും ഇല്ലാതെ എല്ലാ വൃത്തികളും വെടിഞ്ഞുകൊണ്ട് ചിത്തവൃത്തികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കൃഷ്ണം മയി ആവേശ്യ നിങ്ങളുടെ മനഃ കൃഷ്ണം മയി ആവേശ്യ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി എന്നിലേക്ക് പ്രവേശിപ്പിച്ച് എന്നിൽ മുഴുകി അപ്പൊ എപ്പോഴും മറ്റ് ചിന്തയൊന്നുമില്ലാതെ എന്നിൽ തന്നെ മനസ്സിനെ അർപ്പിച്ച് നിത്യം മാം അനുസ്മരന്ത്യ യൂയം അചിരാത്മാമുപൈഷ്യത അപ്പൊ മനസ്സിനെ എന്നിൽ തന്നെ ഉറപ്പിച്ച് നിത്യം മാം അനുസ്മരന്ത്യ യൂയം എന്നും എന്നെ തന്നെ അനുസ്മരിക്കുന്നവരായ നിങ്ങൾ യൂയം എന്നാൽ നിങ്ങൾ അചിരാത് അധികം താമസിയാതെ തന്നെ മാമുപൈഷ്യത എന്നെ തന്നെ പ്രാപിക്കും യദ്ഭാവഃ തദ്ഭവതി നിങ്ങൾ എന്ത് ഭാവിക്കുന്നുവോ അത് ഭവിക്കും ആസ് യു തിങ്ക് സോ യു ബിക്കം നിങ്ങൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നത് നിങ്ങൾ അതായി തീരും. അപ്പൊ ആ ന്യായപ്രകാരം നിങ്ങൾ എന്നെ തന്നെ ചിന്തിച്ച് മറ്റ് ചിന്തകളൊന്നും ഇല്ലാതിരുന്നാൽ അവസാനം നിങ്ങൾ അധികം താമസിയാതെ തന്നെ എന്നെ വന്ന് പ്രാപിക്കും. നിങ്ങളുടെ ചിന്തകൾ എത്ര സമഗ്രമാണ് അല്ലെ, എത്ര തീവ്രമാണ്, അതനുസരിച്ചാണ്. എത്രത്തോളം നിങ്ങൾക്ക് എന്നില് തീവ്രമായ പ്രേമമുണ്ടോ ഭക്തിയുണ്ടോ, എത്രത്തോളം മനസ്സിൽ മറ്റ് ചിന്തകളൊന്നും വരാതെ എന്നെ തന്നെ ചിന്തിക്കുന്നുവോ. അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അപ്പോൾ അന്യചിന്ത കൂടാതെ എന്നെ തന്നെ ആരാണോ ചിന്തിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കും. അവർക്ക് യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും. ഇവിടെ അത് തന്നെയാണ് അചിരാത്മാമുപൈഷ്യത നിങ്ങൾ എന്നെ തന്നെ അധികം താമസിയാതെ തന്നെ പ്രാപിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കൂ. അതിനാണ് ഞാൻ ദൂരെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ വെറുതെ പറയുകയല്ല, അതിനൊരു ദൃഷ്ടാന്തം കൂടി പറഞ്ഞു. അതും അവർക്ക് പ്രത്യക്ഷമായിട്ടുള്ള ദൃഷ്ടാന്തം, ഗോപികമാരുടെ അറിവിൽ അവർ നേരിൽ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ടാണ് ഇതിനെ സ്ഥാപിക്കുന്നത്. യാ മയാ ക്രീഡതാ രാത്രിയാം വനേസ്മിൻ വ്രജ ആസ്ഥിതാഃ അലബ്ധരാസാ കല്യാണ്യോ മാപുർ മദ്വീര്യ ചിന്തയാ. യാ മയാ ക്രീഡതാ രാത്രിയാം വനേസ്മിൻ വ്രജ ആസ്ഥിതാഃ അലബ്ധരാസാ കല്യാണ്യോ മാപുർ മദ്വീര്യ ചിന്തയാ. ഭഗവാൻ രാസക്രീഡാവേളകളിൽ ബന്ധുക്കൾ തടഞ്ഞുവെച്ച് രാസക്രീഡയ്ക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റാതിരുന്നതായിട്ടുള്ള സ്ത്രീകൾ, അവരെ ഭഗവാനെ തന്നെ തീവ്രമായി ചിന്തിച്ച് അപ്പൊ തന്നെ അവരുടെ ശരീരം വെടിഞ്ഞ് ഭഗവാനെ പ്രാപിച്ചു. അങ്ങനെ കുറെ പേരുണ്ടായി എന്ന് പറഞ്ഞുല്ലോ. ആ രാസക്രീഡാ സമയത്ത് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റാതിരുന്നവർ ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാനെ ചിന്തിച്ച് തന്നെ ഭഗവാനെ പ്രാപിച്ചു. അപ്പോ അത് ദൃഷ്ടാന്തമായി പറയണ്. അസ്മിൻ വനേ രാത്രിയാം ക്രീഡതാ മയാ. അസ്മിൻ വനെ, ഇതേ വൃന്ദാവനത്തിൽ രാത്രിയാം ക്രീഡതാമയ, രാത്രിയിൽ ക്രീഡിക്കുന്നവനായ എന്നോടുകൂടെ വ്രജേ ആസ്ഥിതാഹ യാഹ അലബ്ധരാസാഹ കല്യാണ്യഃ. വ്രജേ ആസ്ഥിതാഹ, വ്രജത്തിൽ തന്നെ സ്ഥിതി ചെയ്തവരായി എന്ന് വെച്ചാൽ ബന്ധുക്കളാൽ തടയപ്പെട്ട് വരാൻ പറ്റാതെ അല്ലെ, അവിടെ നിരോധിക്കപ്പെട്ടവരായി. വ്രജേ ആസ്ഥിതാഹ യാഹ, ഏതൊരു അലബ്ധരാസാഹ, രാസലീലയിൽ പങ്കെടുക്കാൻ പറ്റാതെ രാസം ലഭിക്കാത്തവർ, ആനന്ദം ലഭിക്കാത്തവർ, എന്നിൽ നിന്ന്
എന്റെ കൂടെ ക്രീഡിച്ചുകൊണ്ട് ആനന്ദം ലഭിക്കാത്തവർ, രസം ലഭിക്കാത്തവർ, അലബ്ധരാസാഹ കല്യാണ്യ, അവരെല്ലാം കല്യാണികളാണ്. അല്ലെങ്കിൽ ഇവിടെ കല്യാണ്യ എന്ന് ഇവരെ സംബോധനയുമാവാം. അല്ലയോ കല്യാണികളായ ഗോപികമാരെ, നിങ്ങൾ കേൾക്കൂ. ഇങ്ങനെ അലബ്ധരാസരായ ആ സ്ത്രീകൾ താഹ മദ്വീര്യ ചിന്തയാ മാ ആപുഹു, മാപുഹു എന്ന് പറഞ്ഞില്ലേ, മാപുഹു എന്ന് പറഞ്ഞാൽ മാ ആപുഹു. മാ എന്ന് പറഞ്ഞാൽ മാം തന്നെയാണ്, മാം തന്നെയാണ് മാ. രണ്ട് രീതിയിൽ പ്രയോഗിക്കാം. മാ ആപുഹു, മാം ആപുഹു. തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ, അല്ലേ? അസതോമാ സദ്ഗമയ. അവിടുത്തെ മാ എന്നുള്ളത് മാം എന്നർത്ഥത്തിലാണ്, അനുസ്വാരത്തോടു കൂടിയ മാം എന്നുള്ള അർത്ഥത്തിൽ മാ എന്ന പ്രയോഗം, അല്ലാതെ മാ അരുതേ എന്നുള്ള അർത്ഥത്തിലല്ല. എന്നെ തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് ഗമിപ്പിക്കേണ്ട, മാ ഗമയ എന്നല്ല അർത്ഥം. മാം ഗമയ, എന്നെ ഗമിപ്പിച്ചാലും തമസിൽ നിന്ന് ജ്യോതിസിലേക്ക്. അവിടെ മാ എന്നുള്ളത് ഇവിടെയും മാപു, മാ പ്ലസ് ആപു, മാപു. മാം ആപു, എന്നെ പ്രാപിച്ചു. ആര് പ്രാപിച്ചു? ആ അലബ്ധരാസകളായ അമ്മമാർ, ആ ഗോപികമാർ. അപ്പോ എങ്ങനെ? താഹ മദ്വീര്യ ചിന്തയ, എന്റെ മാഹാത്മ്യത്തെ, എന്റെ തന്നെ പരാക്രമങ്ങളെ, എന്റെ ലീലകളെ, എന്റെ വീര്യങ്ങളെയെല്ലാം ചിന്തിച്ചുകൊണ്ട് എന്നെ തന്നെ ചിന്തിച്ച് എന്നെ തന്നെ പ്രാപിച്ചു. അത് നിങ്ങൾക്കറിയാവുന്ന സംഗതിയാണല്ലോ. ഏതെങ്കിലും പുരാണത്തിലെയോ ഇതിഹാസത്തിലെയോ കഥയല്ല, അപ്രത്യക്ഷമായിരിക്കുന്ന അല്ലെ പരോക്ഷമായിരിക്കുന്ന ഏതെങ്കിലും കഥയല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ രാസക്രീഡാ വേളകളിൽ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുമ്പോൾ ഭർത്താവോ മക്കളോ അച്ഛനമ്മമാരോ തടഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാതിരുന്നവർ, വാതിലുകളിൽ അടയ്ക്കപ്പെട്ട് ബന്ധിതരായി തീർന്നവർ, അവരെല്ലാം അവിടെ നിന്ന് തീവ്രമായി എന്നെ സ്മരിച്ചുകൊണ്ട് അപ്പൊ തന്നെ പ്രാണനെ, ദേഹത്തെ ഉപേക്ഷിച്ച് അപ്പൊ തന്നെ അവർ എന്നോട് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും നിരന്തരം എന്നെ ചിന്തിച്ചാൽ, നിങ്ങളുടെ ചിന്ത തീവ്രമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വന്ന് പ്രാപിക്കാം. അപ്പൊ തീവ്രത വേണം. ഞാൻ ആരെന്നും അറിഞ്ഞുകൊണ്ടും എന്നിൽ നിന്ന് നിസ്സാരങ്ങളായ കാര്യങ്ങൾ ആഗ്രഹിക്കാതെ, യാതൊരു തരത്തിലുള്ള ഫലേച്ഛയും കൂടാതെ എന്നെ നിഷ്കളങ്കമായി സ്നേഹിക്കൂ, അൺകണ്ടീഷണലായി സ്നേഹിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാം. ഇതിങ്ങനെ ഭഗവാൻ ഗോപികമാർക്ക് തന്നെ തന്നെ ധ്യാനിച്ചിരിക്കാനുള്ള ഉപദേശവും കൊടുത്തു. ഇത് ഗോപികമാർക്ക് മാത്രമാണോ? നമുക്ക് എല്ലാവർക്കുള്ള ഉപദേശം തന്നെയാണ്, അല്ലേ? മന്മനാഭവ മദ്ഭക്തഃ മദ്യാജീമാം നമസ്കുരു മാമേ വൈഷ്യസി യുക്ത്വൈവം പ്രതിജാനേ പ്രിയോസി മേ. അർജുനനോടും ഇത് തന്നെ പറഞ്ഞു കൊടുത്തു. മന്മനാഭവ മദ്ഭക്തഃ മദ്യാജീ മാം നമസ്കുരു. എന്ത് ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട്, മനസ്സ് എന്നിൽ തന്നെ അർപ്പിക്കുക, മന്മനസ്സായി ഭവിക്കുക, മദ്ഭക്തനായി ഭവിക്കുക, മദ്യാജി എന്നെ പൂജിക്കുന്നവനായി ഭവിക്കുക, മാം നമസ്കുരു എന്നെ നമസ്കരിക്കുന്നവനായിരിക്കുക. അങ്ങനെ മാമേവ ഏഷ്യസി ഏവം യുക്ത്വാ, ഇങ്ങനെ അഭ്യസിച്ചാലോ എന്നെ തന്നെ പ്രാപിക്കും എന്ന് അർജുനനോടും പറഞ്ഞു. നമ്മളോട് എല്ലാവരോടും പറയണു, ഗോപികമാരോട് മാത്രമുള്ളതല്ല. നിങ്ങളെപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിക്കൂ, എങ്കിൽ ഭഗവാനെ അധികം താമസിയാതെ പ്രാപിക്കാം. അല്ല ഇടയ്ക്കിടയ്ക്ക് മറ്റ് ചിന്തകളൊക്കെ മാറി 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 വന്ന് വല്ലപ്പോഴും ഭഗവാനെ ഓർമ്മ വരുന്നുള്ളൂ എങ്കിൽ ആയിട്ടില്ല. എൻ്റെ മക്കള് എന്ത് ചെയ്യണാവോ, അല്ലെങ്കിൽ പേരക്കുട്ടികൾ എന്ത് ചെയ്യുന്നാവോ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ നേടാനുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്ത, ഏതെങ്കിലും ഭൂമി വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ വിവാഹാദികളുടെ ചിന്തകളോ മക്കളുണ്ടാവാത്ത ചിന്തകളോ
ധനം സമ്പാദിക്കാനുള്ള ചിന്തകളോ ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ചിന്തകളോ ഒക്കെ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരുന്നാൽ, എന്നിട്ട് ഏതെങ്കിലും വേളകളിൽ നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ ക്ലാസ് ആവാറായി എന്ന് ആ സമയമാകുമ്പോൾ മാത്രം ഭഗവാനെ ഓർമ്മ വരിക. അതുവരയ്ക്ക് വേറെ പല ചിന്തകളും. അപ്പോൾ അയ്യോ, ഗോപികമാരെ പോലെ അയ്യോ, ഭഗവാൻ ഉദ്ദേശിച്ചതുപോലെ അയ്യോ, ആയിട്ടില്ല. അപ്പോൾ ഇനിയും ആവാനുണ്ട്. അപ്പോൾ ഇനിയും നിരന്തരം നമുക്ക് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. ഭാഗവതജ്ഞാനഗംഗ 1.5 മണിക്കൂറേ ഉള്ളൂവെങ്കിൽ ബാക്കി നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കണം. ആ സമയം നിങ്ങൾ സ്വയം മുൻപ് കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കേൾക്കുകയും ഭാഗവതം പാരായണം ചെയ്ത് അതിലൂടെ ഭഗവാനിൽ മനസ്സ് അർപ്പിക്കുകയും മറ്റ് കീർത്തനങ്ങളൊക്കെ പാടുകയും സഹസ്രനാമാദികൾ ജപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം. എപ്പോഴും ഭഗവാനെ ഓർക്കാനുള്ള ആ വഴികൾ ചെയ്തുകൊണ്ടേയിരിക്കാം. അത് തന്നെയാണ് സാധന. അപ്പോഴും അതൊക്കെ ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് മനസ്സ് വിട്ടു പോവുക നമ്മുടെ ശീലമാണ്, കാലങ്ങളായിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് വറി ചെയ്യൊന്നും വേണ്ട. പൂർണ്ണമായിട്ട് ഭഗവാൻ പറഞ്ഞതുപോലെ കൃഷ്ണം എന്ന് പറഞ്ഞില്ലേ, ആ കൃഷ്ണം മയ്യാവേശ്യ മനകൃഷ്ണം വിമുക്താശേഷവൃത്തിയത്. കൃഷ്ണമാവാൻ കുറച്ച് അഭ്യാസം ചെയ്യണം. അർജുനനും ഭഗവാനോട് അത് തന്നെയാണ് ചോദിച്ചത്. ഈ മനസ്സ് ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അല്ലേ, മനസ്സ് ചഞ്ചലമാണ്, അത് ഭയങ്കരമായി നമ്മളെ മതിച്ചുകൊണ്ടിരിക്കുന്നു, പ്രകർഷേണ മതിക്കുന്നതാണ്. ബലവാനാണ്, വളരെ ശക്തിയുള്ളവനാണ് ഈ മനസ്സ്. അത് നമ്മളെ പല വിഷയങ്ങളിലേക്കും വലിച്ചഴയ്ക്കുന്നു. പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. കൊടുങ്കാറ്റിനെ അടക്കാൻ പ്രയാസമില്ലാതെ തോന്നും. അതിനേക്കാൾ ദുഷ്കരമാണ് മനസ്സിനെ അടക്കുക എന്നുള്ളത്. മനസ്സ് വായുവിനേക്കാൾ വേഗതയുള്ളതാണ്. അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആ സംസ്കാരം, വാസനകൾ എല്ലാം പതുക്കെ പതുക്കെ ശുഷ്കമാവണം. അതിനെ നമ്മൾ വേണ്ട പോലെ എന്റർടൈൻ ചെയ്യാതിരിക്കണം. പഴയ വാസനകളെ വീണ്ടും വീണ്ടും എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നാൽ എന്താവും? അതിന് ദിവസവും വെള്ളവും വളവും കിട്ടുന്നുണ്ട്, അപ്പം അത് പുഷ്ടി പ്രാപിക്കും. നേരെ മറിച്ച് തിരിഞ്ഞു നോക്കാത്ത ചെടികളൊക്കെ ഉണങ്ങിപ്പോകും പോലെ നമ്മുടെ ഉള്ളിലുള്ള വാസനകളെ നമ്മൾ തിരിഞ്ഞു നോക്കാതിരുന്നാൽ അത് തന്നെ ശുഷ്കിച്ചു പോകും, അത് പുഷ്ടി പ്രാപിക്കുകയില്ല. അതോടൊപ്പം ഈശ്വര ചിന്തയും നിരന്തരമാക്കി നിലനിർത്തിയാലോ അവസാനം ആ ഉണങ്ങിക്കിടക്കുന്ന വിത്ത് പോലും ദഹിച്ചു പോകും. എന്താ പറയുക, നമ്മുടെ ഗീതയിലെ ശ്ലോകം രസം വർജിച്ച് വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. നമ്മൾ ഈ പറഞ്ഞ വാസനകളെ പോഷിപ്പിക്കാതിരിക്കുമ്പോൾ നമ്മൾ നിരാഹാരികളാണ്. നിരാഹാരസ്യ ദേഹിനഃ വിഷയാഹ വിനിവർത്തന്തേ. വിഷയചിന്തകൾ പതുക്കെ പതുക്കെ അവനിൽ നിന്ന് വിട്ടുപോകും. പക്ഷേ ഉള്ളില് രസം കിടപ്പുണ്ട്, രസവർജം. ആ രസം എപ്പോ പോകും? രസോപി പരം ദൃഷ്ട്വാ നിവർത്തതേ. പരത്തെ ദർശിക്കുമ്പോൾ രസവും നശിച്ചു പോകും. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വാസനയുടെ സൂക്ഷ്മമായിട്ടുള്ള ആ ലിംഗറിങ്, ആ ഒരു ടേസ്റ്റ്, വിഷയങ്ങളോടുള്ള ആസക്തിയുടെ ബീജം ഉള്ളിൽ കിടപ്പുണ്ട്. അതെപ്പോ പോകും? അത് പരം ദൃഷ്ട്വാ നിവർത്തതേ. അപ്പൊ പരത്തെ ദർശിക്കാനായിക്കൊണ്ടാണ് പരിശ്രമിക്കേണ്ടത്. വിഷയവാസനകളെ വളർത്താൻ വേണ്ടിയല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്.
അപ്പോൾ ദൃഷ്ടാന്ത സഹിതം ഭഗവാനെ തന്നെ നിരന്തരം ധ്യാനിക്കാനായിക്കൊണ്ട് പറഞ്ഞു. ഇനി ഭഗവാന്റെ സന്ദേശം ഇവിടെ അവസാനിക്കുന്നു. ഇത് കേട്ട ഗോപികമാർ വീണ്ടും ഭഗവാനെക്കുറിച്ചും മധുരയെക്കുറിച്ചുമെല്ലാം ഉദ്ധവനോട് ചോദ്യം ചെയ്യുന്നു. അത് കാണാം. ശ്രീശുക ഉവാച ഏവം പ്രിയതമാദിഷ്ടം ആകർണ്യവ്രജയോഷിതഃ താവൂചുരുദ്ധവം പ്രീതാഃ തൽസന്ദേശാഗതസ്മൃതീഃ. ശ്രീശുക ഉവാച ഏവം പ്രിയതമാദിഷ്ടം ആകർണ്യവ്രജയോഷിതഃ താവൂചുരുദ്ധവം പ്രീതാഃ തൽസന്ദേശാഗതസ്മൃതീഃ. ശ്രീശുക ഉവാച. സുഖബ്രഹ്മർഷി തുടരുന്നു. അപ്പൊ ഇത്രയും നേരം ഭഗവാന്റെ വാക്കുകളായിരുന്നു. ഇനി സുഖബ്രഹ്മർഷി ഇടയിൽ പറയുന്നു. അടുത്ത് ഗോപികമാരുടെ വാക്കുകൾ വരും. അപ്പൊ ഏവം ഇപ്രകാരം പ്രിയതമ ആദിഷ്ടം ആകർണ്യ. പ്രിയതമൻ ആരാ? ഭഗവാൻ. ഭഗവാന്റെ ആദിഷ്ടം എന്ന് പറഞ്ഞാലോ ഭഗവാന്റെ സന്ദേശം. സന്ദിഷ്ടം, ആദിഷ്ടം, ഉപദിഷ്ടം എല്ലാം സെയിമാണ്. ഉപദേശിക്കപ്പെട്ടത്, സന്ദേശം അയക്കപ്പെട്ടത്, ആദേശിക്കപ്പെട്ടത്. ദിശ് ധാതുവില് വിവിധ ഉപസർഗങ്ങൾ ചേർക്കുന്നതാണ് അല്ലേ? ആ ചേർത്താൽ ആവേശമായി, പ്ര ചേർത്താൽ പ്രവേശമായി, ഉപ ചേർത്താൽ ഉപദേശമായി, സം ചേർത്താൽ സന്ദേശമായി. എല്ലാം സാമാന്യം അർത്ഥം ഒന്നു തന്നെയാണ്. ചിലയിടത്ത് മാത്രം വിശേഷമായിട്ട് നമ്മൾ അത് കാണണം. എന്തായാലും പ്രിയതമ ആദിഷ്ടം, പ്രിയതമനാൽ ഉപദേശിക്കപ്പെട്ടത് അഥവാ സന്ദേശം അയക്കപ്പെട്ടതിനെ ആകർണ്യ നല്ലതുപോലെ കേട്ടവരായ, നല്ലോണം കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ വാക്കുകളാകുമ്പോൾ അവര് ചെവി കൊടുത്ത് കേട്ടിട്ടുണ്ട്. അങ്ങനെ വ്രജയോഷിത, ആ വ്രജത്തിലെ ഗോപികമാ സ്ത്രീകൾ താ ഊജുഹു ഉദ്ധവം പ്രീതാഹ. താ അവര് പ്രീതാഹ വളരെ സന്തുഷ്ടരായിട്ട്, പ്രീതരായിട്ട് ഭഗവാൻ തങ്ങളെ സ്മരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭഗവാന് തങ്ങളോട് കരുണയുണ്ട്, ഭഗവാന് കരുതലുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളിൽ നിന്ന് ദൂരേക്ക് നിൽക്കുന്നത് എന്ന് പറയുന്നു. നമ്മൾ എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ നമ്മളെ തിരിച്ചും സ്മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരീരങ്ങൾ മാത്രമേ ദൂരെയുള്ളൂ. വാസ്തവത്തിൽ ഭഗവാൻ ആത്മാവായി നമ്മുടെ കൂടെയുണ്ട്. ചുറ്റുമുള്ള സകല ചരാചരങ്ങളായിട്ടും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞവര് പ്രീതരായി. അതാണ് പ്രീതാഹ പ്രജയോഷിത ഉദ്ധവം ഊചുഹു. ഉദ്ധവനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എങ്ങനെയാണ് പറഞ്ഞത്? തൽ സന്ദേശാഗത സ്മൃതി. ആ ഭഗവാന്റെ സന്ദേശം കേട്ട് ആഗത സ്മൃതി, ആ പല സ്മരണകളും മുമ്പ് കഴിഞ്ഞ സംഗതികളൊക്കെ ഭഗവാനുമായി, ഭഗവാൻ 11.5 കൊല്ലം ഇവരുടെ കൂടെ കഴിഞ്ഞ ഗോകുലത്തിൽ കഴിഞ്ഞതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും അവരുടെ സ്മരണയിൽ തികട്ടി വന്നു എന്നർത്ഥം. ഭഗവാന്റെ ആ ശൈശവ ലീലകള്, മുട്ടുകുത്തി കളികള്, അത് കഴിഞ്ഞുണ്ടായിട്ടുള്ള നടന്നുകൊണ്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ ആ ബൃഹത് വനം എന്ന ഗോകുലത്തിലെ ലീലകൾ 4 വയസ്സ് വരെ. അത് കഴിഞ്ഞ് വൃന്ദാവനത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഭഗവാന്റെ ഓരോ ദിവസത്തെയും പശുക്കളെ മേയ്ക്കാൻ പോയിട്ട് വരുമ്പോണ്ടാവുന്ന ലീലകള്, പിന്നെ ഗോവർദ്ധനോദ്ധാരണം, അതുപോലെ രാസക്രീഡ, അവരെ പല സന്ദർഭങ്ങളിൽ പല അസുരന്മാരിൽ നിന്ന് രക്ഷിച്ചത്. ഇങ്ങനെ ഓരോന്നും അവരുടെ ഉള്ളില് എണ്ണി എന്താ പറയുക തികട്ടി വന്നു എന്നർത്ഥമാണ്. തൽ സന്ദേശ ആഗത സ്മൃതിഹി. ആ ഭഗവാന്റെ സന്ദേശം കൊണ്ട് പഴയ സ്മരണകളെല്ലാം വന്നവരായിട്ട് എന്ന് ഒരർത്ഥം. മറ്റൊരർത്ഥത്തിൽ ആഗത സ്മൃതിഹി എന്ന് പറഞ്ഞാലോ ആഗത ജ്ഞാനം എന്നും അർത്ഥം. സ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർജിച്ചതായിട്ടുള്ള ജ്ഞാനത്തിന്റെ പ്രഭാവം. അപ്പോ വേണ്ട ബോധം അവരുടെ ഉള്ളില് ആഗതമായി. ഭഗവാന്റെ സന്ദേശത്തിൽ നിന്ന് ഇവരുടെ ഉള്ളിൽ സ്മൃതി ആഗതമായി. എന്താണ് സ്മൃതി? ആത്മസ്മൃതി തന്നെ, ബ്രഹ്മസ്മൃതി തന്നെ, അവരവരുടെ സ്വരൂപസ്മൃതി തന്നെ ഒരർത്ഥത്തില്. അപ്പോൾ അങ്ങനെ രണ്ടർത്ഥത്തിലും തൽ സന്ദേശ ആഗത സ്മൃതി.
അങ്ങനെ ഉദ്ധവനോട് അവര് സന്തോഷപൂർവം ഇങ്ങനെ പറഞ്ഞു എന്നർത്ഥം. എന്താ പറയണത്? ഗോപ്യ ഊജുഹു ദിഷ്ട്യാഹിതോ ഹതകംസോ യദൂനാം സാനുഗോ അഘകൃത് ദിഷ്ട്യാപ്തൈർലബ്ധ സർവാർത്ഥൈഃ കുശല്യാസ്തേ അച്യുതോധുനാ. ഗോപ്യ ഊജുഹു ദിഷ്ട്യാഹിതോ ഹതകംസോ യദൂനാം സാനുഗോ അഘകൃത് ദിഷ്ട്യാപ്തൈർലബ്ധ സർവാർത്ഥൈഃ കുശല്യാസ്തേ അച്യുതോധുനാ. ഗോപ്യ ഊജുഹു. ഇവിടെ പിന്നെ ഗോപികമാരെല്ലാരും കൂടിയിട്ടാണ് പറയുന്നത്. ഓരോരോ ശ്ലോകവും ഓരോരുത്തർ പറയുന്നതായിട്ട് എടുക്കാം. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങള് അല്ലെങ്കിൽ കുശല പ്രശ്നങ്ങള് ഉദ്ധവനോട് പറയുകയാണ്. അങ്ങനെ ദിഷ്ട്യാ അഹിതോ ഹതഃ കംസഃ യദൂനാം സാനുഗോ അഘകൃത്. ആദ്യത്തെ 2 വരികളെ കൊണ്ട് ദിഷ്ട്യാ, ദിഷ്ട്യാ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട്. അപ്പൊ ഭാഗ്യം കൊണ്ട് എന്ത് സംഭവിച്ചു? അഹിതഃ കംസഃ ഹതഃ. ആർക്ക് അഹിതഃ? യദൂന, യാദവന്മാർക്ക് അഹിതനായ, അഹിതൻ എന്ന് പറഞ്ഞാല് ശത്രുവായിരിക്കുന്ന, ഉപദ്രവം ചെയ്യുന്ന എന്നൊക്കെ അർത്ഥം. മാത്രമല്ല അഘകൃത്ത്, അഘകൃത്ത് യദൂനാം അഘകൃത്ത്, യാദവന്മാർക്ക് പാപത്തെ ചെയ്യുന്നവനും യാദവന്മാരുടെ നേരെ വിവിധങ്ങളായ ദ്രോഹങ്ങളെ ചെയ്ത് ഉപദ്രവിക്കുന്നവനും അതുപോലെ അഹിതനുമായ ശത്രുവുമായ കംസഃ ഹതഃ കൊല്ലപ്പെട്ടു. എങ്ങനെ? ആരോടുകൂടെ? സാനുഗഃ, അദ്ദേഹത്തിന്റെ അനുഗന്മാരോടുകൂടെ കൊല്ലപ്പെട്ടു. ചാണൂരൻ, മുഷ്ടികൻ മുതലായിട്ടുള്ള മല്ലന്മാരും അതുപോലെ എത്രയോ മുമ്പും ഒക്കെ ആയിട്ട് എത്രയോ അസുരന്മാര് കൃഷ്ണനെ വധിക്കാനായി കൊണ്ടുവന്നു. അവരൊക്കെ കൊല്ലപ്പെട്ടു. ഭാഗ്യം ഭാഗ്യം എന്ന് പറയണം. അപ്പൊ യാദവന്മാരുടെ മുഴുവൻ ശത്രുവും അവരെ ഉപദ്രവിക്കുന്നവനുമായുള്ള കംസൻ അവന്റെ അനുയായികളോടുകൂടെ കൊല്ലപ്പെട്ടു. ഹതഃ ദിഷ്ട്യാ, ഭാഗ്യം തന്നെ, ഭദ്രം തന്നെ, മംഗളം തന്നെ എന്നൊക്കെ അർത്ഥം. ദിഷ്ട്യാ ആപ്തൈഃ ലബ്ധ സർവാർത്ഥൈഃ കുശലീ ആസ്തേ അച്യുതോ അധുനാ. ഇനി അച്യുതന്റെ കുശലം ചോദിക്കുകയാണ്. അപ്പൊ മുമ്പ് പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കൃത്യമായിട്ട് ആ ഭഗവാന്റെ ഭൗതികമായ സാഹചര്യങ്ങളെക്കുറിച്ച്, സുഖങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അച്യുതഃ കുശലീ ആസ്തേ, അച്യുതൻ കുശലിയായിട്ടിരിക്കുന്നുവോ? എങ്ങനെയായിട്ട്? ആ ദിഷ്ട്യാ ലബ്ധ സർവാർത്ഥൈഃ, അങ്ങനെ ഭാഗ്യം കൊണ്ട് ലഭിച്ച സർവ അർത്ഥങ്ങളോടും കൂടി. കംസനെ കൊന്നതോടുകൂടി എന്തായി? ആ മധുരാപുരി, രാജധാനി, രാജപദവി എല്ലാം കൃഷ്ണന്റെ സ്വാധീനത്തിലായി. അങ്ങനെ എല്ലാ ഐശ്വര്യവും തിരിച്ചു കിട്ടി, എല്ലാ സ്വാതന്ത്ര്യവും കിട്ടി, എല്ലാ നന്മകളും ഉണ്ടായി. അങ്ങനെ സർവ അർത്ഥങ്ങളും ലഭിച്ചവനായിട്ട് ആപ്തൈഹി. അപ്പൊ ബന്ധുക്കള് ആണ് ഇവിടെ ഇതെല്ലാം ലഭിച്ചവര്. ബന്ധുക്കൾക്ക് ഇതെല്ലാം നേടിക്കൊടുത്തു. ഇപ്പൊ വസുദേവർക്ക്, ദേവകിക്ക്, അതുപോലെ ഭഗവാന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്ക്, യാദവന്മാർക്ക് എല്ലാവർക്കും അവരവരുടെ അർത്ഥങ്ങളെ ലഭിപ്പിച്ചു. അവരെല്ലാം സന്തോഷമായിരിക്കുന്നു. അങ്ങനെയുള്ള സന്തോഷിക്കുന്ന ബന്ധുക്കളോടുകൂടി ഇരിക്കാനല്ലേ നമുക്കൊക്കെ ഇഷ്ടം, അല്ലേ? എപ്പോഴും കരഞ്ഞുകൊണ്ടും ആവലാതിയായിരിക്കൊണ്ടും പ്രശ്നങ്ങളോടുകൂടി ഇരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ട് നമുക്ക് 2 ദിവസം ഞാൻ പോയിട്ട് താമസിച്ചിട്ട് വരാമെന്ന് ആരെങ്കിലും പറയുമോ? അവിടെ ആപത്തുകൾ ഉണ്ടാകുമ്പോൾ ചെന്ന് അന്വേഷിക്കും. അധികം നേരം നിൽക്കാതെ വേഗം സ്ഥലം വിടും നമ്മൾ, അല്ലേ? നേരെ മറിച്ച് അവിടെ സന്തോഷമാണെങ്കിൽ നമുക്ക് നിൽക്കാൻ തോന്നും. ഒരു എന്തെങ്കിലും ഉത്സവം നടക്കുന്നു, കല്യാണമോ അല്ലെങ്കിൽ പിറന്നാളുകളോ ഒക്കെ നടക്കുന്ന, ആഘോഷമായിട്ട് നടക്കുന്ന വീടുകളാണെങ്കിൽ നമ്മൾ പോയിട്ട് 1-2 ദിവസമൊക്കെ ബന്ധുക്കളാണെങ്കിൽ പോയി താമസിക്കും. മരിച്ച വീടാണെങ്കിലോ അല്ലെങ്കിൽ ആളുകൾ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലോ, സീരിയസ് ആയിട്ടൊക്കെ കിടക്കുകയാണെങ്കിലോ നമുക്ക് അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഉള്ളിലിരിക്കുന്ന പോലെ ഉണ്ടാവും. നിവൃത്തിയില്ലാതെ ചിലർ ഇരുന്ന് പോകേണ്ടി വരും. വേറെ ആരും ഇല്ല അടുത്തിരിക്കാൻ എന്ന് വരുമ്പോൾ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ചെന്ന് ആശുപത്രിയിലോ വീട്ടിലോ ഒക്കെ പോയി ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ബന്ധുക്കളൊക്കെ സുഖമായിട്ടിരിക്കുമ്പോഴേ നമുക്കും മനസ്സിന് സുഖമുള്ളവരുടെ കൂടെ സന്തോഷിക്കാനാവുള്ളൂ. മറ്റത് ബന്ധുക്കൾ കഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും കഷ്ടമാണ്, ദുഃഖമാണ്. അപ്പൊ അവിടെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ ആവില്ല. അപ്പൊ ഇവിടെ എല്ലാവർക്കും സുഖമാക്കി കൊടുത്തു ആര്? കൃഷ്ണൻ.
കംസവധം ചെയ്ത് സർവസ്വവും കംസൻ അപഹരിച്ചു വെച്ചിരുന്നതെല്ലാം വീണ്ടെടുത്ത് അർഹിക്കുന്നവർക്കൊക്കെ ആ അവകാശങ്ങൾ കൊടുത്ത് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ദിഷ്ട്യാ ലബ്ധ സർവാർത്ഥൈഹി ആപ്തൈഹി, ആപ്തന്മാരെന്നാൽ ബന്ധുക്കൾ, ആപ്തന്മാരോടുകൂടെ അധുന അച്യുത കുശലീയാസ്തേ, ഇപ്പോ അച്യുതൻ കുശലിയായിട്ട് സന്തോഷമായിട്ടിരിക്കണ്ടോ? അപ്പൊ ആ ഗോപിയുടെ ഉള്ളില് കൃഷ്ണന്റെ സുഖമാണ് അന്വേഷണം. കൃഷ്ണന്റെ ബന്ധുക്കൾ കഷ്ടപ്പെടുമ്പോ കൃഷ്ണനും കഷ്ടം തന്നെയല്ലേ? അപ്പൊ എല്ലാവർക്കും സന്തോഷമായി അവരുടെ കൂടെ കൃഷ്ണൻ ഇരിക്കുമ്പോ കൃഷ്ണന് സന്തോഷം തന്നെയല്ലേ, കൃഷ്ണന് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നത് ആ ഒരു കൃഷ്ണന്റെ സുഖം തങ്ങൾക്കും സുഖമായിട്ട് കരുതുന്നത് കൊണ്ടാണ്. നാരദ മഹർഷി ഈ ഭക്തിയുടെ ലക്ഷണം പറയുമ്പോൾ തൽ സുഖ സുഖിത്വം എന്ന് പറയും. തൽ സുഖ സുഖിത്വം, നമ്മുടെ പ്രേമഭാചനത്തിന്റെ സുഖമാണ് നമ്മുടെ സുഖം. നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ സുഖം നമ്മുടെ സുഖം എന്ന് കരുതുക. അപ്പൊ അതുപോലെ ഇവിടെ ഈശ്വരന് ഭഗവാന് സുഖമല്ലേ, കൃഷ്ണന് സുഖമാണെങ്കിൽ ഞങ്ങൾക്കും സുഖമാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ആ രീതിയിലാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് രാസക്രീഡാ സമയത്ത് ഭഗവാൻ കാട്ടിൽ മറഞ്ഞതായിട്ടുള്ള സമയത്ത് അന്തർദാനം ചെയ്തപ്പോ ഇവര് ഭഗവാനെ തെരയുന്നതായിട്ടുള്ള സമയത്ത് അവര് വാവിട്ട് നിലവിളിച്ച് കരയുണ്ട്. അങ്ങ് ഈ വനത്തില് കല്ലും മുള്ളും ഒക്കെ ഉള്ളതായിട്ടുള്ള വനത്തിൽ ഇരുട്ടത്തിങ്ങനെ അലഞ്ഞു തിരിയുമ്പോൾ അങ്ങയുടെ കാലുകളിൽ കല്ലും മുള്ളുമെല്ലാം കുത്തുമെന്നുള്ള പേടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാകൂ, ഞങ്ങളുടെ മുമ്പിൽ ആ കാലുകളെ കാണിച്ചു തരൂ, ഞങ്ങൾ ആ കാലുകൾക്ക് ഉഴിഞ്ഞു തരാം, തലോടിത്തരാം, അതിന്റെ വേദനകൾ മാറ്റിത്തരാം എന്ന് പല പ്രാവശ്യം പറയുന്നു. അപ്പൊ ഭഗവാന്റെ പാദം നോവുന്നത് പോലും അവർക്ക് വല്ലാത്ത ഹൃദയവ്യതയുണ്ടാക്കുന്നു. ഭഗവാന്റെ സുഖമാണ് തങ്ങളുടെ സുഖം എന്ന് അവർ കരുതുന്നു. അപ്പൊ അതേപോലെ ഇവിടെ സുഖമല്ലേ, ബന്ധുക്കളോടുകൂടി സുഖമായിരിക്കുന്നില്ലേ എങ്കിൽ ഞങ്ങൾക്കും സന്തോഷം എന്നർത്ഥത്തിലാണ് ഇവിടുത്തെ ഒരു ഗോപികയുടെ ചോദ്യം. ദിഷ്ട്യാഹിതോ ഹതകംസോ യദൂനാം സാനുഗോഘകൃത് ദിഷ്ട്യാപ്തയല്ലബ്ധ സർവാർത്ഥൈഹി കുശല്യാസ്തേ അച്യുതോ അധുനാം. അപ്പൊ യാദവന്മാർക്കൊക്കെ സുഖം കൊടുത്തുകൊണ്ട് ഭഗവാനും സുഖമായിരിക്കുന്നുവല്ലോ. കച്ചിത് ഗദാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം ന സ്നിഗ്ധ സവ്രീഡഹാസോദാരേക്ഷണാർച്ചിതഃ. കച്ചിത് ഗദാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം നഃ സ്നിഗ്ധ സവ്രീഡഹാസോദാരേക്ഷണാർച്ചിതഃ. സൗമ്യ എന്നത് ഉദ്ധവനെ സംബോധനയാണ്. അല്ലയോ സൗമ്യ, പ്രിയദർശന, സാധോ എന്നൊക്കെ അർത്ഥത്തില് ഉദ്ധവനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. നഹ ഗദാഗ്രജ, ഞങ്ങളുടെ കൃഷ്ണന്റെ മറ്റൊരു പേരാണ്, പര്യായ ശബ്ദമാണ് ഗദാഗ്രജൻ. അദ്ദേഹത്തിന്റെ അനുജനായിട്ട് ഗദൻ എന്ന പേരിൽ ഒരാള് ജനിക്കുന്നുണ്ട്. അപ്പൊ ഗദന്റെ ജ്യേഷ്ഠൻ ഗദാഗ്രജൻ. രാമന്റെ അനുജനായതുകൊണ്ട് രാമാനുജൻ എന്ന് പറയും പോലെ ഗദന്റെ ജ്യേഷ്ഠനായതുകൊണ്ട് ഗദാഗ്രജൻ. ആ ഗദാഗ്രജൻ സ്നിഗ്ധ സവ്രീഡ ഹാസോദാര ഈക്ഷണാർച്ചിതഃ പുരയോഷിതാം പ്രീതിം കരോതി കച്ചിത്. അവർക്ക് അറിയേണ്ടത് പുരയോഷിതാം, പുരത്തിലെ യോഷിത്കൾ എന്ന് പറഞ്ഞാൽ മധുരാപുരിയിലെ സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് പ്രീതിം കരോതി കച്ചിത്, പ്രീതിയെ ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടോ. അപ്പോ മധുരാപുരവാസികളായ സ്ത്രീകളെ അദ്ദേഹം സന്തോഷിപ്പിക്കുന്നുണ്ടോ? അവരെങ്ങനെ ഇദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നത്, കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നത്, അതും കൂടി ചോദിക്കുന്നുണ്ട്. അവരിങ്ങോട്ടും കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ്. സ്നിഗ്ധ സവ്രീഡ ഹാസോദാരേക്ഷണാർച്ചിതഃ. അവിടെ പുല്ലിംഗ ശബ്ദം കൃഷ്ണനെ സംബന്ധിച്ചതാണ്. കൃഷ്ണൻ അർച്ചിതനാണ്, അർച്ചിക്കപ്പെടുന്നു. എങ്ങനെയൊക്കെ? സ്നിഗ്ധമായ സവ്രീഡമായ ആസ ഉദാര ഈക്ഷണം ഇവയെല്ലാം കൊണ്ട്. അപ്പൊ സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടിയത്. അപ്പൊ സ്നേഹപൂർവമായ സവ്രീഡ, സവ്രീഡം എന്ന് പറഞ്ഞാൽ ലജ്ജയോടുകൂടിയ,
അപ്പൊ സ്നേഹത്തോടും ലജ്ജയോടും കൂടിയ ഹാസം, മന്ദഹാസാദികളെ കൊണ്ടും ഉദാര ഈക്ഷണം കൊണ്ടും, ഉദാരം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വിശാലങ്ങളായ കണ്ണുകളെ കൊണ്ടുള്ള ആ സ്ത്രീകളുടെ, മധുരാപുര സ്ത്രീകളുടെ നോട്ടങ്ങളെ കൊണ്ടും അർച്ചിത ബഹുമാനിത സൽകൃത എന്നൊക്കെ അർത്ഥം. ഭഗവാനെ വേണ്ടതുപോലെ അവരും അവരുടെ നോട്ടം കൊണ്ടും മന്ദഹാസം കൊണ്ടും സ്നേഹം കൊണ്ടും ലജ്ജ കൊണ്ടുമൊക്കെ ഭഗവാന്റെ മുമ്പില് അവരുടെ ഭാവങ്ങൾ പ്രകടിപ്പിച്ച് ഭഗവാന് സന്തോഷം ജനിപ്പിക്കുന്നു. അങ്ങനെ സ്ത്രീകൾ ഭഗവാന് സന്തോഷം കൊടുക്കുമ്പോൾ ഭഗവാൻ അവർക്കോ തിരിച്ചും സന്തോഷം കൊടുക്കുന്നു. അതാണ് പുരയോഷിതാം പ്രീതിം കരോതി ഗച്ഛിത്. അങ്ങനെ തന്നെ സേവിക്കുന്ന സ്ത്രീകൾക്ക് ഭഗവാൻ തിരിച്ചും പ്രീതിയെ കൊടുക്കുന്നില്ലേ? അപ്പൊ രണ്ടു കൂട്ടരും സന്തോഷായിരിക്കുന്നില്ലേ? അവിടെയുള്ള അവിടെയുള്ള മധുരാപുരിയിലെ യാദവ സ്ത്രീകളും സന്തുഷ്ടരായിരിക്കണം. ഭഗവാന് പ്രിയപ്പെട്ടവരല്ലേ അവരൊക്കെ ഭഗവാനെ സന്തോഷിപ്പിക്കട്ടെ. ഞങ്ങൾ ഇവിടെ ചെയ്തിരുന്നത് പോലെ അവരവിടെ ചെയ്യട്ടെ. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ്. അപ്പൊ ഭഗവാൻ സുഖമായിരിക്കുന്നു, ഭഗവാൻ ഒരു കുറവുമില്ല. എല്ലാവരും ഭഗവാനെ സ്നേഹ ബഹുമാനങ്ങളോടെ ശുശ്രൂഷിക്കുന്നു. ഭഗവാൻ തിരിച്ചും അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നു. ഭഗവാൻ അവരോട് മോശമായിട്ട് പെരുമാറിയാൽ അവര് ഭഗവാനോട് സ്നേഹത്തോട് പെരുമാറുന്നത് കുറെ കഴിയുമ്പോൾ മാറിപ്പോവും, അല്ലേ? അപ്പൊ ഒരു പരസ്പര ആ സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഒരു വശത്തേക്ക് മാത്രം ഉണ്ടായാൽ പോരാ, വൺ സൈഡഡ് ആവരുത്, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും മധുരാപുരിയിലെ സ്ത്രീകൾ ഭഗവാനെ അങ്ങോട്ട് സ്നേഹിക്കുന്നു, അതിന്റെയൊക്കെ പ്രകടനം ചെയ്യുന്നു. ഭഗവാൻ തിരിച്ച് അവർക്കും ആ സ്നേഹവും ലാളനയും എല്ലാം പ്രകടിപ്പിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവിടെ സന്തോഷം ഉണ്ടാവും. എവിടെയാണോ ഈ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാത്തത് അവിടെ ഒന്നും സന്തോഷം ഉണ്ടാവില്ല. എല്ലാവർക്കും ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് പറയും ചിലര്. ഉള്ളിൽ സ്നേഹമുണ്ടായിട്ട് ആരറിയാനാണ്? അറിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഒന്ന് വേറെയാണ്. എൻ്റെ ഉള്ളില് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളില് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയുമ്പോൾ എനിക്കും സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ സ്നേഹം കൂടുതൽ വർദ്ധിക്കും. അപ്പൊ സ്നേഹം എന്നുള്ളത് ആവശ്യത്തിന് പ്രകടിപ്പിക്കാനുള്ളതാണ്. ആര് ആരോട് എങ്ങനെ എന്നൊക്കെ ഉണ്ട് അതിന്, അല്ലേ? വ്യവസ്ഥകളുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിനൊരു ഡിസിപ്ലിനൊക്കെ ഉണ്ട്. സമൂഹത്തെ ബഹുമാനിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണം, ആരോട് ഏത് രീതിയിലൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാം. അതിനാണ് സദാചാര വ്യവസ്ഥകളൊക്കെ നമ്മുടെ പൂർവികര് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ആ വ്യവസ്ഥകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബലം പിടിച്ചിരിക്കേണ്ട കാര്യം ഇല്ല. ആവശ്യത്തിന് പ്രകടിപ്പിക്കണം. വ്യവസ്ഥകളെ അധികം ലംഘിക്കാതെ നമ്മുടെ സ്നേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിച്ചാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതം സന്തോഷിക്കാനുള്ളതാണ്. എല്ലാവർക്കും സന്തോഷം വേണം. ആ സന്തോഷത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് മറ്റൊരാളിൽ നിന്ന് സ്നേഹം ലഭിക്കുക എന്നുള്ളത്. മറ്റുള്ളവരുടെ സ്നേഹത്തിന് പാത്രമാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. ആ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ എന്തും ഉപേക്ഷിക്കാൻ പോലും തയ്യാറാവും. വേണമെങ്കിൽ ധനം ചെലവഴിക്കാനോ ഉപേക്ഷിക്കാനോ തയ്യാറാവും. നമ്മുടെ സുഖങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവും. ഭൗതിക സുഖങ്ങളെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവും, അല്ലേ? അതാണ് ആ സ്നേഹത്തിന് വേണ്ടി എല്ലാവരും കൊതിക്കുന്നുണ്ട്. സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കണം. വെറുതെ ഉള്ളിൽ അമുക്കി വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതല്ല. ഈ ഉള്ളിൽ വെച്ച് അവസാനം ആള് പടമാവുമ്പോൾ ചുറ്റുമിരുന്ന് കരയാനെങ്കിലും 4 ആള് വേണ്ടേ? എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്ന ആളാണ്, എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങൾ ചെയ്തതാണ് എന്ന് ഓർത്തോർത്ത് ആരെങ്കിലും നമ്മളെക്കുറിച്ച് വിഷമിക്കാൻ വേണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വേസ്റ്റായിപ്പോയി. പറഞ്ഞു വന്നത്, ഭഗവാൻ അങ്ങോട്ടും ഈ യാദവ സ്ത്രീകൾ ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങളെ കൊണ്ട് കുശലിയായിട്ട്, ഭഗവാന് സന്തോഷമല്ലേ? അതും ഇവിടെ ഏത് ആറ്റിറ്റ്യൂഡാണ്? മുമ്പേ പറഞ്ഞ തൽസുഖ സുഖിത്വം. ഭഗവാന്റെ സുഖം ഞങ്ങൾക്ക് സുഖം. ഭഗവാന് കുശലമാണോ സന്തോഷമാണോ? വി ആർ ഹാപ്പി. കാരണം ഇത്രയും നേരത്തെ ആ ഉദ്ധവന്റെ ഉപദേശം കൊണ്ട് ഉണ്ടായ മാറ്റമാണത്.
ഇതിന് നമ്മൾ അങ്ങനെ കാണണം. പവർ മാൾട്ട് കുടിക്കുന്നതിന് മുമ്പ്, പവർ മാൾട്ട് കുടിച്ചതിന് ശേഷം എന്നതുപോലെ ഭഗവാന്റെ ഉപദേശത്തിന് മുമ്പുണ്ടായിരുന്ന ഗോപികമാരല്ല പിന്നീടുള്ള ഗോപികമാർ. ആ ഉപദേശം കേട്ട് പ്രീത. അപ്പൊ അതിൽ ചില കളിയും ചിരിയും തമാശയൊക്കെ ഉണ്ടാവും, ചെറിയ പരിഹാസമൊക്കെ ഉണ്ടാവും ഏതില് ഈ പിന്നീടുള്ളതാണെങ്കിലും ഒരു സന്തോഷത്തിന്റെ പ്രകടനമാണ്. അപ്പോ കച്ചിത് ഗദാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം നഹ സ്നിഗ്ധ സവ്രീഡ ഹാസോദാര ഈക്ഷണാർച്ചിതഃ കഥം രതിവിശേഷജ്ഞഃ പ്രിയശ്ച വരയോഷിതാം നാനുപദ്യേത തദ്വാക്യൈഃ വിഭ്രമൈശ്ചാനുഭാജിതഃ കഥം രതിവിശേഷജ്ഞഃ പ്രിയശ്ച വരയോഷിതാം നാനുപദ്യേത തദ്വാക്യൈഃ വിഭ്രമൈശ്ചാനുഭാജിതഃ. അപ്പോൾ വേറൊരു ഗോപിക ഇത്തിരി തമാശായിക്കൊണ്ട് പറയുന്ന വാക്കുകളാണിത്. കൃഷ്ണനെ ഒന്ന് ഇളക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് ഉദ്ധവനോട് പറയുകയാണ്. ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? രതിവിശേഷജ്ഞ, രതിയെ വിശേഷമായി അറിയുന്നവൻ. രതി എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുക. അപ്പോ സ്ത്രീകളെ രമിപ്പിക്കുന്ന കാര്യത്തിൽ മിടുമിടുക്കനാണ് ആര്? കൃഷ്ണൻ. അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ അവരോട് നല്ല വാക്കുകൾ, ചാടുവാക്കുകൾ പറയാനും, അതുപോലെ ശരീരഭാഷ കൊണ്ട്, കണ്ണുകൊണ്ട്, മന്ദഹാസം കൊണ്ട്, സ്പർശാദികൾ കൊണ്ട്, ആലിംഗനാദികൾ കൊണ്ട്, ഇങ്ങനെ പല രീതിയിൽ ഭഗവാൻ മറ്റുള്ളവർക്ക് രതിയെ ജനിപ്പിക്കുന്നതിൽ വിശേഷജ്ഞനാണ്. രതി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നർത്ഥമാണ്. നമ്മൾ ഏതിലാണോ സന്തോഷിക്കുന്നത് അതാണ് രതി. രമിക്കുക എന്നാണ് രതി. അപ്പോൾ മറ്റുള്ളവരിൽ രതി ഉണ്ടാക്കുന്നതിൽ വിശേഷജ്ഞനായിട്ടുള്ള ഭഗവാൻ വരയോഷിതാം പ്രിയഃ ച, ഭഗവാൻ വരയോഷിത്തുക്കൾക്ക്, ശ്രേഷ്ഠകളായ സ്ത്രീകൾക്ക് പ്രിയതമനാണ്. ആരും കൃഷ്ണനെ ഇഷ്ടപ്പെട്ടു പോകും. എത്ര വരസ്ത്രീകളാണെങ്കിലും കൃഷ്ണനെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. അങ്ങനെയുള്ള കൃഷ്ണൻ പ്രിയൻ തദ്വാക്യൈഃ വിഭ്രമൈഃ അനുഭാജിതഃ കഥം നാനുപദ്യത. തദ്വാക്യൈഃ, ആ സ്ത്രീകളുടെ വാക്യങ്ങളെ കൊണ്ടും, വിഭ്രമൈഃ, അവരുടെ ശൃംഗാര ചേഷ്ടകളെ കൊണ്ടും, അവരുടെ കണ്ണും കാതും അല്ലെങ്കിൽ ചുണ്ടും ഒക്കെ ശരീരവുമൊക്കെ വിഭ്രമിപ്പിക്കുക. അല്ലെ, വിഭ്രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുക. പല രീതിയിലുള്ള ചേഷ്ടകൾ കാണിക്കും. അപ്പൊ അവരുടെയൊക്കെ ആ ചേഷ്ടകളുടെ മുമ്പിൽ വിഭ്രമൈഃ അനുഭാജിത, അങ്ങനെ അവര് അതുകൊണ്ടൊക്കെയാണ് ഭഗവാനെ ഭാജനമാക്കുക, എന്നുവെച്ചാൽ പൂജയ്ക്ക് പാത്രമാക്കുക, ബഹുമാനിക്കുക. അനുഭാജിത ബഹുമാനിത എന്നർത്ഥം. എന്നുവെച്ചാൽ ഭഗവാനെ സൽക്കരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഭഗവാൻ അവരുടെ സൽക്കാരത്തിന് പാത്രമായി ഭവിക്കുന്നു. എന്തൊക്കെയാണ് സൽക്കാരം? അവരുടെ കടക്കണ്ണിട്ടുള്ള നോട്ടങ്ങള്, അല്ലെങ്കിൽ മന്ദഹാസങ്ങൾ, അല്ലെങ്കിൽ ലജ്ജയോടുകൂടിയതായിട്ടുള്ള ചില തമാശകൾ പറച്ചിൽ, അവരുടെ ശരീരഭാഷ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ കൃഷ്ണനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് അവർ പലതും ചെയ്യും. അങ്ങനെ അനുഭാജിത അഥവാ പൂജിത സത്കൃത ഭഗവാൻ കഥം അനുബദ്ധ്യത. ഒരുത്തി ചോദിക്കുകയാണ്, എങ്ങനെ ബന്ധിക്കാതിരിക്കും? എങ്ങനെ അവരുമായിട്ട് സ്നേഹമില്ലാതിരിക്കും? സ്ത്രീകളും ഭഗവാനോട് സ്നേഹമുള്ളവരായിരിക്കും. അവർ സ്നേഹപ്രകടനങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രകടിപ്പിക്കുക. അല്ലേ, സ്ത്രീകൾക്കറിയാലോ സ്ത്രീകളുടെ മനഃശാസ്ത്രം. അപ്പൊ എന്തായാലും അവിടെയുള്ള മധുരാപുരത്തിലെ സ്ത്രീകള് കൃഷ്ണനെ സന്തോഷിപ്പിക്കാനും മയക്കാനും ഒക്കെ ആയിട്ട് അവരുടെ പല രീതിയിലുള്ളതായിട്ടുള്ള ചേഷ്ടകളൊക്കെ കാണിക്കും. ഇതൊക്കെ കാണിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുമ്പോൾ, സുഖിപ്പിക്കുമ്പോൾ, ഭാജനം ചെയ്യുമ്പോൾ, പൂജിക്കുമ്പോൾ എങ്ങനെ കഥം അനുബദ്ധ്യത, എങ്ങനെ അനുബന്ധിക്കപ്പെടാതിരിക്കും? അവരുമായിട്ട് താതാത്മ്യമില്ലാതിരിക്കും, അവരുമായിട്ട് ചേർച്ച ഇല്ലാതിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള മധുരാപുരിയിലെ സ്ത്രീകളുമായിട്ട് ഭഗവാൻ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യമൊന്നും ഇല്ല തോന്നുന്നു. എന്നാ മക്കള് അവിടെയുള്ള സ്ത്രീകളുമായിട്ട് ഇതുപോലെ നമ്മളോട് പെരുമാറിയ പോലെ ആയിക്കഴിഞ്ഞാലോ ഇനി ഇങ്ങോട്ട് വരുന്ന കാര്യം സംശയവും കൂടിയാണ്. ആ ഒരു ഭാവിയിൽ കാണാൻ പറ്റില്ലയോ എന്നുള്ളൊരു ആകാംക്ഷ കൂടി. ഇപ്പൊ ദൂരെ ഇരിക്കുന്നതിന്റെ ന്യായമൊക്കെ ഭഗവാൻ പറഞ്ഞു, ശരി. പക്ഷെ പെർമനന്റായിട്ട് ദൂരെ തന്നെ ഇരിക്കാനാണോ? ഇനി ഒരു നോട്ടമെങ്കിലും ഞങ്ങൾക്ക് കാണാൻ കിട്ടില്ലേ?
ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാൻ കിട്ടുമോ എന്നുള്ള ആകാംക്ഷ അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ആങ്സൈറ്റിയെ ഇവിടെ പ്രകടിപ്പിക്കുകയാണ് എന്നർത്ഥം. അപ്പോ കഥം രതിവിശേഷജ്ഞ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേത തദ്വാക്യൈഃ വിഭ്രമൈശ്ചാനുഭാജിതഃ അപി സ്മരതി നഃ സാധോ ഗോവിന്ദഃ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീ മധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാഃ സ്വൈരകദാന്തരേ. അപി സ്മരതി നഃ സാധോ ഗോവിന്ദഃ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീ മധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാഃ സ്വൈരകദാന്തരേ. അപ്പോഴേക്കും വേറൊരു സ്ത്രീ ഇടയിൽ കൂടെ ചാടി ചോദിക്കണം, മറ്റവളെ സൈലന്റ് ആക്കിക്കൊണ്ട്, നീ വേണ്ടാത്തൊന്നും പറയാതെ ഭഗവാനെ പരിഹസിക്കാതെ എന്നൊക്കെ മട്ടില് ഇടപെട്ടിട്ടുകൊണ്ട് അവളുടെ ആങ്സൈറ്റി, അവളുടെ ചോദ്യം ചോദിക്കുകയാണ്. ഇനിയിപ്പോ ഭഗവാൻ അവിടുത്തെ സ്ത്രീകളുമായിട്ട് സല്ലപിച്ച് സന്തോഷമായിട്ട് ഇരിക്കട്ടെ, ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയണം, ഞങ്ങളെ തീർത്തും മറന്നിട്ടില്ലല്ലോ, ഞങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ടോ? അത് മതി. തമാശയായിട്ടാണെങ്കിലും ഞങ്ങളെ പരിഹസിച്ചുകൊണ്ട് ആ സഭയിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി അതുപോലും ഞങ്ങൾക്ക് നല്ലതാണ്, ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ്. ഞങ്ങളെക്കുറിച്ച് തമാശ പറയണമെങ്കിലും പരിഹസിക്കണമെങ്കിലും ഞങ്ങളെ ഓർമ്മ വരണമല്ലോ. അപ്പൊ അതാണ് ഇവിടുത്തെ ചോദ്യം. ഹേ സാധോ, അല്ലയോ സൗമ്യനായ ഉദ്ധവ, പുരസ്ത്രീണാം ഗോഷ്ഠീ മധ്യേ സ്വൈരകഥാന്തരേ ക്വചിത് പ്രസ്തുതേ ഗോവിന്ദഃ ഗ്രാമ്യാഃ നഃ അപി സ്മരതി. പുരസ്ത്രീണാം ഗോഷ്ഠീ മധ്യേ, ആ മധുരാപുരിയിലെ സ്ത്രീകളുടെ ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സഭ കൂടിയിരിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ, എല്ലാവരുമായിട്ട് നർമ്മസല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സമയത്തിൽ സ്വൈരകഥാന്തരെ, സ്വൈരകഥാന്തരെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ കഥകൾ മറ്റുള്ളവർ വലിയവരൊന്നും കേൾക്കാതെ സ്ത്രീകളും മാത്രമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതായിട്ടുള്ള സമയത്ത്, സ്വച്ഛന്തമായ സല്ലാപ അവസരത്തിൽ നടത്താം. സ്വൈരകഥാവസരേ സ്വൈരകഥാന്തരേ, ഇൻ ബിറ്റ്വീൻ, അന്തരേ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിന്റെ ഇടയിൽ തേങ്ങ പോലെ ഞങ്ങളെക്കുറിച്ച് വല്ല കമന്റുകളും പറയാറുണ്ടോ എന്നാണ്. എന്താ ക്വചിത് പ്രസ്തുതേ, ഏതെങ്കിലും പ്രസ്താവത്തിൽ, എന്തെങ്കിലും പ്രസ്താവിക്കുന്ന വേളയിൽ ഉദാഹരണമായിട്ട് ഞങ്ങളെ പറയാറുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ കാണുമ്പോഴോ, ഇത് ഞങ്ങളുടെ ഇന്ന ഗോപികമാർക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇന്ന ഗോപിക ഇന്ന മാതിരിയാണ് പെരുമാറുക, നിങ്ങൾ പറയുന്ന അതേപോലെയാണ് ഇന്നവള് പറയുക എന്ന് ഓരോ ഗോപികമാരുടെയും പേരെടുത്തുകൊണ്ട് ഈ ഇവരെ താരതമ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിഹാസമായിട്ട് പറയുകയോ ഏതെങ്കിലും ഒരു പ്രസ്താവത്തിൽ, അതാണ് ക്വചിത് പ്രസ്തുതേ ഗോവിന്ദഃ, ആ ഗോവിന്ദൻ ഗ്രാമ്യാഃ നഃ സ്മരതി അപി. ഗ്രാമ്യാഹ നഹ എന്ന് പറയുമ്പോ സംസ്കാരഹീനരായ ഞങ്ങളെ, ഗ്രാമ്യകൾ, ഗ്രാമീണന്മാർ എന്നൊക്കെ പറഞ്ഞാല് പട്ടണത്തിലുള്ള ആളുകളെ പോലെ അത്രയും സിവിലൈസ്ഡ് അല്ലല്ലോ. അപ്പൊ പല വെട്ടിത്തരങ്ങളും ഒക്കെ കാണിക്കുന്നവരാണ് ഞങ്ങള്. ഞങ്ങൾക്ക് വലിയ സംസ്കാരമൊന്നും ഇല്ലാത്ത വെറും പശുക്കളെ മേച്ച് നടക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങളൊക്കെ. ഞങ്ങളുടെ ഉപജീവനമാർഗം പശുക്കളാണ്. അപ്പൊ ഞങ്ങൾക്ക് വലിയ പവറും പത്രാസും ഒന്നും ഇല്ല, ഞങ്ങൾക്ക് വലിയ ഫാഷനൊന്നും അറിയില്ല, ഞങ്ങൾ സിവിലൈസ്ഡ് ഒന്നും അല്ല. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളെ ഗ്രാമ്യകളായ ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ പൊട്ടത്തരങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തി ദോഷങ്ങളെ, ന്യൂനതകളെക്കുറിച്ച് വല്ലപ്പോഴും സ്മരതി അപി, സ്മരിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ധന്യകളായി. ഭഗവാനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഞങ്ങളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് കരുതുകയാണ്. അപ്പോ അയോഗ്യരായ ഞങ്ങളെക്കുറിച്ച് യോഗ്യന്മാരുടെ നടുവിലിരുന്ന് പരിഹാസമായിട്ടാണെങ്കിലും ഞരമ്പോക്കായിട്ടാണെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് മതി. ആ സ്ത്രീകൾ സന്തോഷിച്ചോട്ടെ. ഞങ്ങളെക്കുറിച്ച് ഇകഴ്ത്തി പരിഹസിച്ച് നർമ്മമൊക്കെ പറയുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് അവരെ സന്തോഷിപ്പിക്കാനാണ്. അപ്പൊ അവർ സന്തോഷിക്കട്ടെ. പക്ഷെ ആ സമയത്തും ഞങ്ങളെ സ്മരിക്കുന്നുണ്ടല്ലോ, പരിഹസിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഏതെങ്കിലും നിസാര കാര്യങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ടാണെങ്കിലും അപ്പൊ അത് തന്നെ ധന്യം എന്ന് അവർ പറയണം. അപി സ്മരതി നഃ സാധോ
ഗോവിന്ദഃ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീ മധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാസ്വൈരകദാന്തരേ. അപ്പോഴേക്കും വേറൊരുത്തി ചാടിക്കേറി ചോദിക്കുന്നു, ആ രാസക്രീഡ രാത്രികളെല്ലാം ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന് വല്ലപ്പോഴും പറയാറുണ്ടോ? താക്കിം നിശാസ്മരതി യാസു തദാ പ്രിയാഭിഃ വൃന്ദാവനേ കുമുദ കുന്ദ ശശാങ്കരമ്യേ രേമേ ക്വണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞകഥഃ കദാചിത്. താക്കിം നിശാസ്മരതി യാസു തദാ പ്രിയാഭിഃ വൃന്ദാവനേ കുമുദ കുന്ദ ശശാങ്കരമ്യേ രമേ ക്വണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞകഥഃ കദാചിത്. ചോദിക്കുന്നത്, താ നിശാഹ സ്മരതി കിം? താ നിശാഹ, ആ രാത്രികളെ, സ്മരതി കിം, സ്മരിക്കാറുണ്ടോ, ഓർമ്മിക്കാറുണ്ടോ? ഏത് രാത്രികളെ? അതാണ് വിശദമായിട്ട് പറയുന്നത്. യാസു, യാസു നിശാസു, ഏത് നിശകളിലാണോ? എങ്ങനെയുള്ള വൃന്ദാവനത്തിൽ? കുമുദ കുന്ദ ശശാങ്ക രമ്യേ വൃന്ദാവനേ, കുമുദ കുന്ദ ശശാങ്ക രമ്യേ വൃന്ദാവനേ. വൃന്ദാവനത്തെ വിശേഷിപ്പിച്ചതാണ് രമ്യമായ വൃന്ദാവനം, മനോഹരമായ വൃന്ദാവനം. എന്തൊക്കെ കൊണ്ട്? കുമുദങ്ങൾ, രാത്രിയില് ജലാശയങ്ങളിൽ ആമ്പലുകൾ വികസിച്ചു നിൽക്കുന്ന നിലാവുള്ള രാത്രി. കുമുദങ്ങൾ വികസിക്കണമെങ്കിൽ നിലാവ് വേണം, അല്ലേ? കൗമുദി നിലാവാണ്. കൗമുദിയാൽ മോദിക്കുന്നത് കുമുദങ്ങളാണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഭൂമിയെ ആനന്ദിപ്പിക്കുന്നത് എന്നാണ് കൗമുദി എന്നുള്ള നിലാവിന്റെ അർത്ഥം. കും മോദയതീതി കൗമുദി. അതിന്റെ ഫലമായിട്ട് ഭൂമിക്ക് മറ്റൊരാഹ്ലാദമാണ്, വിരിയുന്ന ആഹ്ലാദമാണ് കുമുദ. കും മോദയതീതി കുമുദ, രണ്ടും ഭൂമിയെ സന്തോഷിപ്പിക്കുന്നത്. അപ്പൊ കൗമുദിയുടെ സമ്പർക്കം കൊണ്ടേ കുമുദം വികസിക്കുകയുള്ളൂ. അപ്പൊ നിലാവുള്ള രാത്രി എന്നും അതിൽ പറയാതെ പറഞ്ഞു. നിലാവുള്ള രാത്രികളിൽ കുമുദങ്ങൾ വികസിച്ചിരിക്കുന്ന തടാകങ്ങളോടുകൂടിയതും, കുന്തം എന്നാൽ അതും കുരുക്കുത്തി മുല്ല, വെളുത്ത പൂക്കളൊക്കെ രാത്രിയിലാണല്ലോ വിരിയ. ആ കുരുക്കുത്തി മുല്ല വികസിച്ചിരിക്കുന്നതും, ശശാങ്കരമ്യ, അവിടെ ശശാങ്കനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശശാങ്കനാര ചന്ദ്രൻ തന്നെ. ചന്ദ്രനാലും രമ്യമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന വൃന്ദാവനത്തിൽ തഥാ പ്രിയാഭിഹി അസ്മാഭിഹി, അദ്ദേഹത്തിന് അന്ന് പ്രിയകളായിരുന്നു. തഥാ പ്രിയാഭി, അവിടെ തഥാ എന്ന പ്രയോഗം അപ്പോൾ ഞങ്ങളാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവര്. പ്രിയാഭിഹി അസ്മാഭിഹി, അപ്പൊ പാസ്റ്റ്, അന്ന് കാലത്ത് പ്രിയകളായ ഞങ്ങളുമായിട്ട് ഈഡിത മനോജ്ഞ കഥ, സ്തുതിക്കപ്പെട്ടവനായും മനോജ്ഞങ്ങളായ കഥകളോടുകൂടിയവനായിട്ടും പരസ്പര മനോഹരങ്ങളായ കഥകൾ പറഞ്ഞുകൊണ്ട് അന്ന് പ്രിയതമകളായ ഞങ്ങളോടുകൂടെ കൊണച്ചരണ നൂപുര രാസഗോഷ്ഠിയാം, എല്ലാവരുടെയും പാദത്തിലെ ചരണങ്ങളിലെ നൂപുരങ്ങൾ കൊണിക്കുമ്പോൾ, കൊണിക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുക. അപ്പൊ എല്ലാവരുടെയും കാലിലെ ചിലമ്പുകൾ കിലുക്കിക്കൊണ്ട് ആ രാസഗോഷ്ഠിയിൽ, രാസക്രീഡാവേളയിൽ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് യാസു രേമേ, ഏത് നിശകളിലാണോ ഞങ്ങൾ ഭഗവാനോടുകൂടി ചേർന്ന് കളിച്ചത്, ക്രീഡിച്ചത്, രമിച്ചത്, ആ നിശകളെ താ നിശ കഥാചിത് സ്മരതിക്കും, എപ്പോഴെങ്കിലും അദ്ദേഹം സ്മരിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും അദ്ദേഹം അങ്ങയോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ള അവിടെയുള്ള സ്ത്രീകളോട് പറയാറുണ്ടോ? ആരോടെങ്കിലും സ്വകാര്യമായിട്ടെങ്കിലും അദ്ദേഹം ഞങ്ങളോടുകൂടെ ആ വൃന്ദാവനത്തിൽ രാസക്രീഡകൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ, പറയാറുണ്ടോ? അന്ന് ഞങ്ങൾ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു അദ്ദേഹത്തിന്. ഇന്നിപ്പോ അത്രത്തോളം പുതിയ ആൾക്കാരെ കിട്ടിയപ്പോൾ അത്ര പ്രിയമുണ്ടാവുമെന്ന് അറിയില്ല എന്ന മട്ടില് തഥാ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അന്ന് അപ്പോൾ പ്രിയരായിരുന്നു, ഞങ്ങളോടുകൂടി കളിച്ചു. ഞങ്ങൾക്കിപ്പോ എന്ത് യോഗ്യത? ഞങ്ങളെ ഇപ്പൊ സ്മരിച്ചോളണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഞങ്ങൾ വെറും ഗ്രാമ്യകളല്ലേ, അല്ലേ? അതുകൊണ്ട് ഞങ്ങളെ മറക്കാനും ചാൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഓർമ്മയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരായി.
വേറൊരുത്തി അപ്പോഴേക്കും ചോദിക്കണം, അപ്യേഷ്യതീഹ ദാശാർഹ തപ്താഹ സ്വഹൃദയാശുച സഞ്ജീവയന്നു നോ ഗാത്രൈഃ യതേന്ദ്രോ വനമംബുധൈഃ. അപ്യേഷ്യതീഹ ദാശാർഹ തപ്താ സ്വഹൃദയാശുച സഞ്ജീവയന്നു നോ ഗാത്രൈഃ യതേന്ദ്രോ വനമംബുധൈഃ. ആ ദാശാർഹൻ എന്ന് പറഞ്ഞാൽ യാദവശ്രേഷ്ഠൻ എന്നർത്ഥമാണ്. ആ യാദവശ്രേഷ്ഠനായ ഭഗവാൻ ഞങ്ങളെ കാണാൻ വരുമോ? അപി ഏഷ്യതി, ഏഷ്യതി അപി. ഏഷ്യതി എന്ന് പറഞ്ഞാൽ വരുമോ, അപി എന്നുള്ളത് ആ വികല്പത്തെ, വരുമോ, ആവോ. ആര്? ദാശാർഹ. ഞങ്ങളെന്താ ചെയ്യുന്നത് ഇവിടെ? സ്വകൃതയാ ശുചാ തപ്താഹ. സ്വകൃതയാ ശുച എന്ന് പറഞ്ഞാൽ ആ ഭഗവാനാൽ തന്നെ നിർമ്മിക്കപ്പെട്ട ശോകത്തോടു കൂടിയവർ, ഭഗവാനെ കുറിച്ച് ഉള്ള സ്മരണകൾ കൊണ്ട്, ഭഗവാന്റെ വിരഹ ദുഃഖം കൊണ്ട് ശോചിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഭഗവാൻ ഉണ്ടാക്കിയ ദുഃഖത്തിൽ തപിച്ചുകൊണ്ടിരിക്കുന്നവരായ ഞങ്ങളെ കാണാൻ സുഹൃതയാ ശുച തപ്താഹ നഹ സഞ്ജീവയൻ ദാശാർഹ ഇഹ ഏഷ്യതി അപി. ഞങ്ങളെ വീണ്ടും സഞ്ജീവിപ്പിക്കുവാൻ. ഇപ്പൊ തപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. തപിക്കുക എന്ന് പറഞ്ഞാൽ ചൂടിൽ ഉണങ്ങുക, ഉരുകുക എന്നൊക്കെ അർത്ഥം. ശക്തി ക്ഷയിച്ചു പോവുക. അങ്ങനെ തളർന്നിരിക്കുന്നതായിട്ടുള്ള ഞങ്ങളെ വീണ്ടും ഉണർത്തുവാൻ, ജീവിപ്പിക്കുവാൻ സഞ്ജീവയൻ ദാശാർഹ ഇഹ ഏഷ്യതി അപി. ആ യാദവശ്രേഷ്ഠനായ ശ്രീകൃഷ്ണൻ ഇങ്ങോട്ടേക്ക് വരുമോ? അപ്പൊ അദ്ദേഹം യാദവശ്രേഷ്ഠനായി എന്ന് സൂചിപ്പിക്കാനാണ് ദാശാർഹ. ഗോപാലനല്ല ഇപ്പൊ ഭഗവാൻ, ഇപ്പൊ ഗോപാലനല്ല, ഇപ്പൊ ദാശാർഹനാണ്. യദുവംശത്തിലെ നായകനായിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ അവിടവുമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ അച്ഛനമ്മമാരുടെ മകനാണ്, അവിടുത്തെ ബന്ധുക്കളുടെ ബന്ധുവാണ്, ആ രാജ്യത്തിന്റെ അവകാശി പോലെയുള്ള ആളാണ്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ആ യദുവംശത്തിലെ ആളായിരിക്കുന്ന കൃഷ്ണന് ഈ ഗോപാലന്മാരും ഗോപികമാരുമായിട്ടുള്ള ഞങ്ങളോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ? വരുമോ? ഞങ്ങളെ കാണേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല, എങ്കിലും വരുമോ എന്ന് ചോദിക്കുകയാണ്. സഞ്ജീവയൻ ദാശാർഹ ഏഷ്യതി അപി. ഞങ്ങളെ സഞ്ജീവിപ്പിക്കുവാൻ ആ ദാശാർഹൻ വരുമോ എന്ന്. ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇന്ദ്രഃ വനം അംബുദൈഃ യഥാ. ഇന്ദ്രഃ വനം അംബുദൈഃ യഥാ. ഈ വനങ്ങള് വേനൽക്കാലത്ത് സൂര്യതാപമേറ്റ് തപിച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. വനത്തിലുള്ള ചെടികള്, കുറ്റിച്ചെടികള്, പുല്ല് എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടാവും. വലിയ വലിയ വൃക്ഷങ്ങൾ പോലും അവരുടെ ശക്തി കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. അവരുടെയൊക്കെ ഇലയൊക്കെ കുറെ കൊഴിഞ്ഞ് പച്ചപ്പൊക്കെ കുറഞ്ഞ് പഴുത്ത ഇലകളും മറ്റുമൊക്കെ ആയിട്ടാണ് കാട്ടില് വേനൽക്കാലത്ത് വൃക്ഷങ്ങൾ നിൽക്കുക. അപ്പൊ അതുപോലെ ആയിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്യും? ഇന്ദ്രൻ മഴ കൊണ്ട്, മേഘങ്ങളെ കൊണ്ട് മഴ പെയ്യിച്ച് ഈ വനത്തെയൊക്കെ വീണ്ടും പോഷിപ്പിക്കും. അതാണ് ഇന്ദ്രഃ വനം അംബുദൈഃ യഥാ. ഇന്ദ്രൻ വനങ്ങളെ, വനത്തെ മേഘങ്ങളെ കൊണ്ട് എങ്ങനെ സഞ്ജീവിപ്പിക്കുമോ, പുനർജീവിപ്പിക്കുമോ, എല്ലാറ്റിനും ഉത്സാഹം കൊടുക്കുമോ. അപ്പൊ എങ്ങനെ? അംബുദൈഃ, അംബുദങ്ങളാണ്. ഈ മേഘങ്ങളില് പല വ്യത്യാസങ്ങളുണ്ട്, അതിന് പല പേരുകൾ പറയാം. അപ്പൊ ഇവിടെ അംബുദം എന്ന് പറഞ്ഞാൽ ശരിക്കും വെള്ളം തരുന്നത്, വെള്ളം തരുന്ന മേഘങ്ങളാണ് അംബുദം, നീരദം, ജലദം, വാരിദം എന്നൊക്കെ പറയാവുന്നു. മറ്റ് മേഘങ്ങളുടെ മറ്റ് പല പര്യായങ്ങളും സൂക്ഷിച്ച് നോക്കിയാൽ വേനൽക്കാലത്തെ മേഘങ്ങളാവാം. വേനൽക്കാലത്തെ മേഘങ്ങളുണ്ട്, വെളുത്ത മേഘങ്ങൾ. അത് വെള്ളം തരുമോ? അതിന് വെള്ളമൊന്നുമില്ല. അത് അംബുദങ്ങളല്ല. അപ്പൊ വേനൽക്കാലത്തെ മേഘങ്ങളെ കണ്ടിട്ടൊരു കാര്യമില്ല. അതുപോലെയാണ് ഇപ്പൊ ഉദ്ധവൻ വന്നിരിക്കുന്നത്. ഉദ്ധവൻ വേനൽക്കാല മേഘം പോലെയാണ്. ഈ അങ്ങേ കൊണ്ട് കാര്യം ഒപ്പിക്കുകയാണോ? ചിലപ്പോഴൊക്കെ നമുക്ക് മഴ പെയ്യാൻ പോകുന്ന പോലെ തോന്നും, പക്ഷെ പെയ്യാതെ പോകും, അല്ലേ? കാരണം പെയ്യാനുള്ള ഗണമില്ല അവിടെ.
പെയ്യാനുള്ള അമ്പുതങ്ങളായ മേഘം അവിടെ ഘനം ആയിട്ടില്ല. അതുകൊണ്ട് കാറ്റത്ത് അടിച്ചു പോയി. മറ്റത് കാറ്റടിച്ചാലും നീങ്ങാത്ത ശക്തിയുള്ളതായിട്ടുള്ള മേഘങ്ങളെ മഴ തരുള്ളൂ നമുക്ക്. അപ്പൊ ഇവിടെ ഉദ്ധവനെ നമ്മളെ എന്താ പറയുക, ആശ്വസിപ്പിക്കാനായിട്ട് അയച്ചു. ഇതൊരു വെളുത്ത മേഘം പോലെ, ശരിക്കുള്ള കറുത്ത മേഘം വരണം, നല്ല വെള്ളമുള്ള മേഘം വരണം. അപ്പോഴേ മഴയുണ്ടാവുള്ളൂ, അപ്പോഴേ കാട്ടിലെ സസ്യങ്ങൾ ഉണങ്ങിയതെല്ലാം പുഷ്ടി പ്രാപിക്കുള്ളൂ. അതുപോലെ ഞങ്ങളും വീണ്ടും ശക്തി പ്രാപിക്കണമെങ്കിൽ, ഞങ്ങൾക്ക് ഉത്സാഹം ഉണ്ടാവണമെങ്കിൽ, ഞങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ ആ കൃഷ്ണൻ വരണം. കൃഷ്ണമേഘം വന്ന് ഞങ്ങളുടെ നേരെ കാരുണ്യവർഷം ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം സഞ്ജീവിപ്പിക്കുന്നത്? ഗാത്രൈഹി സഞ്ജീവയ. ഗാത്രൈഹി എന്ന് പറഞ്ഞാൽ ശരീര അവയവങ്ങളെ കൊണ്ട്, തൻ്റെ കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും എന്ന് പറഞ്ഞ പോലെ സ്പർശിച്ചുകൊണ്ടും നോട്ടം കൊണ്ടും ചിരിച്ചുകൊണ്ടും ആലിംഗനം ചെയ്തുകൊണ്ടും ഒക്കെ തൻ്റെ ശരീര അവയവങ്ങളെ കൊണ്ട് ഞങ്ങളെ ജീവിപ്പിക്കുന്നവനായിട്ട് ആ ദാശാർഹൻ ശ്രീകൃഷ്ണൻ വരുമോ ആവോ ഏഷ്യത്തി അപി, വരാൻ വല്ല ചാൻസും ഉണ്ടോ എന്ന് ഉദ്ധവനോട് ചോദിക്കണം. ആ കൃഷ്ണൻ വന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്സാഹമെല്ലാം തിരിച്ചു കിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങൾ വാടിക്കരിഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളെ പോലെയാണ്. അപ്യേഷ്യതീഹ ദാശാർഹഃ തപ്താഃ സ്വകൃതയാരുശുചാ സഞ്ജീവയന്നു നോ ഗാത്രൈർയഥേന്ദ്രോപനമംബുധൈഃ കസ്മാത് കൃഷ്ണൈഹായാദി പ്രാപ്തരാജ്യോ ഹതാഹിതഃ നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീതഃ സർവസുഹൃദ്വൃതഃ. അപ്പോഴേക്കും വേറൊരുത്തി ചാടിക്കറിച്ചു, എന്തിന് കൃഷ്ണൻ ഇങ്ങോട്ട് വരണം? അവിടെ അത്രയും സുഖമുള്ളതിനെയൊക്കെ വിട്ടിട്ട് നമ്മുടെ അടുത്തേക്ക് വരേണ്ട കാര്യം എന്താണ്? അതാണ് ചോദിക്കുന്നത്. കസ്മാത് കൃഷ്ണ ഇഹായാദി, എന്ത് കാര്യത്തിനായിട്ട് കൃഷ്ണൻ ഇങ്ങോട്ട് വരണം? എന്താ കാര്യം? പ്രാപ്തരാജ്യ ഹത അഹിതഃ, അഹിതന്മാരെല്ലാം ഹനിക്കപ്പെട്ടു എന്ന് വെച്ചാൽ എതിരാളികൾ ശത്രുക്കളെല്ലാം കൊല്ലപ്പെട്ടു. കംസനും എല്ലാ അസുരന്മാരും ഹനിക്കപ്പെട്ടു. അപ്പോ എന്താ പറയുക, അനുഭവിക്കാനുള്ള രാജ്യത്തിന് ഇനി തടസ്സമായിട്ട് കണ്ടകന്മാരൊന്നുമില്ല. അപ്പൊ നമ്മള് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിറച്ച് മുള്ളൊക്കെ ആണെങ്കിൽ കഴിക്കാൻ സുഖമുണ്ടാവുമോ? ഏതെങ്കിലും ഭോഗം അനുഭവിക്കുമ്പോൾ അതിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ നമുക്ക് മടുപ്പാണ് അല്ലേ? മുള്ളു നീക്കിയിട്ട് കഴിക്കാനൊന്നും ചിലപ്പോൾ തോന്നില്ല. കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനേ തോന്നില്ല. അപ്പൊ അതുപോലെ ഇവിടെ കൃഷ്ണന് രാജ്യം കിട്ടിയിട്ടുണ്ട്. ഏത് രാജ്യം? മധുരാപുരി, കംസനെ വധിച്ചിട്ട്. അപ്പോ ശത്രുക്കളില്ലാത്ത രാജ്യം, അതാണ് ഇവിടുത്തെ നിഷ്കണ്ടകമായ രാജ്യം കിട്ടിയെന്ന് സൂചിപ്പിക്കുന്നതാണ്. ഹതാ അഹിതഃ പ്രാപ്ത രാജ്യ, അഹിതന്മാരെല്ലാം കൊല്ലപ്പെട്ട് രാജ്യത്തെ പ്രാപിച്ചവനായിരിക്കണം. ആ ഭോഗങ്ങളെല്ലാം, രാജ്യത്തിന്റെ പ്രിവിലേജസ് ഒക്കെ അനുഭവിക്കുന്നവനായിരിക്കുന്നു. അങ്ങനെയുള്ള രാജകുമാരനായിട്ടുള്ള കൃഷ്ണൻ നമ്മളെ തേടി വരേണ്ട കാര്യമുണ്ട്. കാരണം അവിടെ അദ്ദേഹത്തിന് നല്ല രാജകുമാരിമാരെ കല്യാണം കഴിക്കാൻ കിട്ടും. നരേന്ദ്രകന്യാഹ ഉദ്വാഹ്യ, നരേന്ദ്രകന്യകമാരെ, രാജകുമാരിമാരെ ഉദ്വാഹ്യ വിവാഹം കഴിച്ച് പ്രീതഃ, സന്തോഷത്തോടു കൂടിയവനായിട്ട്, സർവസുഹൃദ്വൃതഃ, എല്ലാ ബന്ധുക്കളോടും കൂടി ചുറ്റപ്പെട്ടവനായിട്ട് ആ കൃഷ്ണ കസ്മാദിഹായാദി, എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് വരണം? അപ്പൊ കൃഷ്ണൻ ഇനി വരുന്നു തോന്നുന്നില്ല എന്ന് ചിലര് നിരാശ പ്രകടിപ്പിക്കുകയാണ്. ഇനി വേണമെങ്കിൽ കൃഷ്ണൻ അങ്ങനെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് അതും സന്തോഷമാണെന്നുള്ള ഭാവത്തിലും വേണമെങ്കിലാവാം അല്ലേ? കൃഷ്ണൻ എന്തിനാ ഇപ്പൊ ഇവിടെയൊക്കെ വന്ന് കഷ്ടപ്പെടാൻ വരണത്? അവിടെ രാജകുമാരനായി രാജ്യം ലഭിച്ചു, നല്ല രാജകുമാരിമാരെയൊക്കെ കല്യാണം കഴിച്ച് അവിടെ സന്തോഷമായിട്ട് ബന്ധുക്കളോടുകൂടി ഇരിക്കട്ടെ. ഇനി എന്തിനാ അങ്ങോട്ട് വരണത് എന്ന് മുമ്പ് പറഞ്ഞവളുടെ ചോദ്യത്തിന് ഉത്തരവാവാം. അപ്പൊ ഏഷ്യദീഹ ദാശാർഹ, ആ ദാശാർഹൻ ഞങ്ങളെ കാണാൻ വന്ന് ഞങ്ങളെ പോഷിപ്പിക്കാൻ വരുമോ എന്ന് ചോദിച്ചതിന് എന്തിനിപ്പോ കൃഷ്ണൻ ഇങ്ങോട്ട് വരേണ്ട കാര്യം? അദ്ദേഹം അവിടെ തന്നെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടി ആവാം. അതല്ലെങ്കിൽ കളിയാക്കുന്ന പോലെ എന്തിന് വരണം ആവാം അല്ലേ? അവിടെ എത്ര സുഖമൊക്കെ വിട്ടിട്ട് നമ്മളെ കാണാൻ വരേണ്ട കാര്യം എന്താ അങ്ങേർക്ക് എന്നുള്ള കൃഷ്ണനെ ഒന്ന് പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യവും ആവാം അർത്ഥം.
അപ്പോൾ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി നാളെ തുടരാം. ഇവരുടെ ഗോപികമാരുടെ ഉദ്ധവനോടുള്ളതായിട്ടുള്ള അവരുടെ ഭാവപ്രകടനങ്ങൾ 52-ാം ശ്ലോകം വരെയുണ്ട്. നാളെ കാണാം. ഇന്ന് വൈകിട്ട് ക്ലാസ് ഇല്ലാന്നറിയാലോ. വൈകിട്ട് പുരുഷ സൂക്തം കേൾക്കേണ്ടവർക്ക് കേൾക്കാം. കോട്ടയ്ക്കകത്ത് പാലക്കാട് ആഞ്ജനേയ ക്ഷേത്രത്തിൽ 5 മുതൽ 6:15 വരെ ലൈവ്. ഹരിയോ നാരായണ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. നവവത്സര ആശംസകൾ ഒരിക്കൽ കൂടെ. പുതിയ വിക്രമ സംവത്സരത്തിന് എല്ലാ ആശംസകളും.